അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒന്ന് സലാം ഷാറിൽ മുടക്കിയാണ് നിങ്ങൾ ഉറക്കെ പറയാൻ കേൾക്കട്ടെ. ഞാൻ മുത്തന്നൂരിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾ സലാം മടക്കലും കൂടി കേൾക്കണില്ല. ഇവനെന്താ? ഇലാ ഹദറത്ത് നബീന മുഹമ്മദി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം وإلى حضرة الأنبياء والأولياء والعلماء والزهاد والصالحين خصوصا وإلى حضرة البدريين واللحديين والخندقين والخيبريين وإلى حضرة خواجة معين الدين الجستي الأجميري قدس الله سره اللذيذ وابنه فخر الدين باب السلواري قدس الله سره اللذيذ وابن ابنه أسام الدين صامباري قدس الله سره اللذيذ وإلى حضرة جدي علي القطب الأهدل قدس الله سره اللذيذ وإلى حضرة من دفن في هذه البقعة الشريفة الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين رب اغفر لي آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في اللقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الله سبحانه وتعالى ഈ മജ്ലിസ് അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അസ്ഹാബുൽ ബദ്റിന്റെ ഹുളൂറും അവിടുത്തെ ഹിമായത്തും ഹിഫുളും ഒക്കെയുള്ള നല്ല സദസ്സാക്കി അള്ളാഹു നമ്മുടെ ഈ സദസ്സ് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ രോഗങ്ങൾക്ക് അള്ളാഹു തല ശിഫ നൽകട്ടെ. നമ്മളെ കടങ്ങൾ അള്ളാഹു താല വീട്ടി തരട്ടെ. വീടില്ലാത്തവർക്ക് നല്ല റാഹത്തുള്ള വീട് അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. അൽഹംദുലില്ലാഹ് ധാരാളം ഖൈറായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. അൽഹംദുലില്ലാഹ്. കുറച്ച് മുമ്പോട്ട് കയറുന്ന കസാലക്കൊഴിവാ. എല്ലാവരും മുമ്പോട്ട് കയറി. ഇൻഷാ അല്ലാഹ് ബാക്കിൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഇവിടെ സ്ഥലമുണ്ട്. എല്ലാവരും എല്ലാവരും എപ്പോഴും നമ്മൾ ഒരു മജ്‌ലിസിൽ ചെന്ന ഏതായാലും നമ്മളെ സമയവും നമ്മൾ ചെലവാക്കണം ഇവിടെ. അപ്പൊ ആ ഉള്ളത് അവ്വൽ സൊഫനായ അതിനനുസരിച്ച് കൂലി കിട്ടും. അവ്വൽ സൊഫന ഏതായാലും അങ്ങനെ പതിനാലും വെള്ളിയാഴ്ച ജുമാക്ക് പോവുകയാണ്. പോകുമ്പോ വേഗം മാക്സിമം ഒന്നാമത്തെ സഫോ രണ്ടാമത്തെ സഫോ നമ്മള് കിട്ടുകയാണെങ്കിൽ അതിനു വേണ്ടി നമ്മൾ സമയം ചെലവാക്കിയാൽ ഇരിക്കുന്നത് ഡബിളായിട്ട് കൂലി ഉണ്ടാവും. മക്കത്തും മദീനയിലും പോയാൽ കിട്ടുന്ന സമയം നമ്മൾ ഹറമിലിരുന്ന് മുതലാക്കണം. 80,000 റുപ്യ കൊടുത്ത് പോയത് നമ്മൾ നന്നായി മുതലാക്കണം. അതിനൊരു തൗഫീഖാണ്. തൗഫീഖ് ഇല്ലാത്ത ആളുകൾ അങ്ങനെ നിൽക്കും. കുറെ റോട്ടുമുണ്ടാവും, കുറെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവും. അതൊക്കെ തൗഫീഖ് കമ്മിയുള്ള ആളുകൾ.
നമ്മളെപ്പോഴും എവിടെ ചെന്നാലും അങ്ങനെയാണ്. അതിലേറ്റവും കൂടുതൽ നമ്മൾ കണ്ടുപഠിക്കേണ്ടത് പാകിസ്ഥാനികളെയാണ്. പാകിസ്ഥാനികളാകുന്ന ആളുകൾ മദീനയിലേക്ക് പോകാൻ ഒരാൾ പോവുകയാണെങ്കിൽ 10 ആളുകൾ യാത്രയപ്പിന് വരും. ഒരാളെ മദീനയിൽ പോകുള്ളൂ. പക്ഷെ 10 ആൾ കൂടെ ഉണ്ടാവും. ഗൾഫ് പോയ ആളുകൾക്കൊക്കെ അറിയാം, മുമ്പർക്കറിയാം. അത് ആദ്യമൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോൾ കരുതുമ്പോൾ എല്ലാവരും മദീനത്തേക്ക് പോവാണ്, നമ്മളെ ബസ് ഇപ്പം നിറയുന്നില്ല, ബസ് നിറയൂല. ഒരാളാണ് അതിന് പോകുള്ളൂ. ബാക്കി 9 ആളുകളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് പോകല്ലേ. അതുകൊണ്ട് ആ ഒരു യാത്ര ഇപ്പൊ മുത്തുനബിനോട് സലാം പറയാൻ വേണ്ടി ഏൽപ്പിക്കാൻ വേണ്ടി വന്ന ആളുകളാണ്. അൽഹംദുലില്ലാഹ്, അത് വലിയ സന്തോഷമാണ്. മലയാളികളാകുന്ന ആളുകൾ, അത് കർണാടകയിലും വേണ്ടിയില്ല, മലയാളം പറയുന്ന പോലാണെങ്കിലും വേണ്ടിയില്ല, അവരൊക്കെ ഒരു തവണ മദീനത്ത് പോകും. നാട്ടിൽ നിന്ന് വന്നാൽ ഉടനെ ഗൾഫിൽ താമസിക്കുന്ന ആളുകൾ ഒരൊറ്റ വട്ടം മദീന. പിന്നെ നാട്ടിലേക്ക് എന്നാ പോരുന്നത്, അന്നാണ് പിന്നെ അടുത്ത മദീനുള്ളൂ. ചിലവർക്ക് ചിലപ്പോൾ അതിന് ഒഴിവിട്ടൂല. അതിനൊക്കെ വലിയ ഒരു തൗഫീഖ് കമ്മിയാണ് അതൊക്കെ. അപ്പൊ എപ്പോഴും നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ട ഒരു കാര്യം, തൗഫീഖിന് വേണ്ടിയാണ് നമ്മൾ എപ്പോഴും ദ്വാരക്കേണ്ടത്. തൗഫീഖിന് വേണ്ടി ഇപ്പൊ നമ്മൾ ദ്വാരക്കുന്നുണ്ട്. റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് നൽകി റമദാനിലേക്ക് എത്തിക്കണം. എത്തിച്ചിട്ടോ വഫിഖ്നാ, ഞങ്ങൾക്ക് തൗഫീഖ് തരണം. ലിസ്സിയാം, നോമ്പ് നോൽക്കാൻ, വൽ ഖിയാം, തറാവീഹ് നിസ്കരിക്കാൻ, വതിലാവത്തിൽ ഖുർആൻ, ഖുർആൻ ഓതാൻ, മറ്റു അമലുകൾ ചെയ്യാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ. ആ ഒരു ദുആ അല്ലാഹു കബൂൽ ചെയ്യുമ്പോ അൽഹംദുലില്ലാഹ് നമുക്ക് കഴിയും. മറ്റൊക്കെ റമദാനിലേക്ക് നമ്മൾ എത്തും. ചിലവര് റമദാനിൽ എത്തിയാലും നോമ്പൊക്കാൻ തൗഫീഖ് ഉണ്ടായിക്കോണമെന്നില്ല. നോമ്പൊക്കാൻ തൗഫീഖ് ഉണ്ടായി, നോമ്പ് നോൽക്കാൻ തൗഫീഖ് ഉണ്ടാവില്ല. അതെങ്ങനെ? ഒരു 2 ദിവസം 3 ദിവസം സമൂസ നല്ലോണം തിന്ന് വയറിന് നല്ല ഇളക്കം പിടിച്ചു കൂട്ടിക്കോളി. പിന്നെ എങ്ങനെ നോൽപ്പ് എടുക്കാം? നോമ്പ് നോൽക്കണ്ടെന്ന് കരുതിയിട്ടല്ല, നമ്മളേതായാലും വെറുതെ കിട്ടിയതാണല്ലോ സമൂസ. പള്ളിക്കലൊക്കെ ഉണ്ടാവും ഇഷ്ടം പോലെ നോമ്പാകുമ്പോ. ആ ബാക്കിയുള്ളതൊക്കെ അടിച്ചു കയറ്റി. പിന്നെ സമൂസയാണെങ്കിൽ റമദാൻ 1 മുതൽ ചൂടൽ തുടങ്ങിയതാണ്. വെളിച്ചെണ്ണ ഇങ്ങനെ തളച്ച് തന്നെ പിന്നിട്ട് അങ്ങനെ ലൈലത്തുൽ ഖദർ വരെ കണ്ട വെളിച്ചെണ്ണയ്ക്കാരും അല്ലേ? ലൈലത്തുൽ ഖദർ വരെ തളച്ച് വെളിച്ചെണ്ണയ്ക്കാരും. അപ്പൊ ആ വെളിച്ചെണ്ണയ്ക്ക് ചിലപ്പോൾ ഉപയോഗിക്കുമ്പോൾ വയറ്റിന്നൊക്കെ ചിലപ്പോൾ ചെറിയ സ്വാധീനമൊക്കെ കിട്ടിയെന്ന് വരും. അപ്പോ തൽക്കാലം നോമ്പ് വിൽക്കാൻ കഴിഞ്ഞില്ല, അപ്പൊ തൗഫീഖ് ഇല്ലാതെയായി മാറി. എന്തെങ്കിലുമായിട്ട് പോകല വേണ്ടി. റമദാനിൽ ഖുർആൻ ഓതാൻ നമ്മളൊക്കെ വലിയ ആഗ്രഹത്തിലാണ്. ഒരു ജുസ് ഒരു ദിവസം ഓതണം എന്നുള്ള ഭയങ്കര നിർബന്ധം നമുക്കുള്ള. അങ്ങനെ 1-ാമത്തെ നോമ്പിന് നമ്മളൊരു ജുസ് ഓതും, 2-ാമത്തെ ജുസിന് നമ്മൾ ഓതും, നോമ്പിന് ഓതും. അങ്ങനെ 3 ആകുമ്പോ വീട്ടിലൊരു സൽക്കാരം വരും. സൽക്കാരം ഉണ്ടായാലും ഉണ്ട്, നോമ്പ് സൽക്കാരം ഉണ്ടാവും. പുയ്യാപ്പിളാരെ അല്ലേ? പുയ്യാപ്പിളാരെ വിളിക്കൂലൂടെ? വിളിക്കും. നാട്ടിലും വിളിക്കും, നാട്ടിലൊക്കെ വിളിക്കും. അത് 1-ാം കൊല്ലം പുയ്യാപ്പിളയാണെങ്കിൽ 2-ാമത്തെ നോമ്പിനാണ് വിളിച്ചു. അങ്ങനെ കൂടുന്തോറും അങ്ങനെ കയ്യും കോറും ഒരു 5-6 മക്കളൊക്കെ ആയാൽ പിന്നെ അവസാനത്തെ 10 വരിക അല്ലേ? അപ്പൊ നല്ല പരിഗണിച്ച്, പുയ്യാപ്പിളിനെ പരിഗണിച്ചെന്ന് തോന്നണമെങ്കിൽ 10 മക്കളുണ്ടെങ്കിലും 20 മക്കളുണ്ടെങ്കിലും 50 കൊല്ലമായ ആളാണെങ്കിലും ആ 2-ാമത്തെ നോമ്പിന് 3-ാമത്തെ നോമ്പിന് വിളിച്ചാൽ ഭയങ്കര പരിഗണിച്ചു എന്നാണ്. പഴയ കാലത്ത് ഒരു കവറും കൊടുക്കും ഒരു അമ്മായിമ്മ. പഴയ കാലത്ത് ഒരു അമ്മായിമ്മ കവറും കൊടുക്കും. ഇന്ന് പിന്നെ കവറൊന്നുമില്ല. ഏതായാലും ആ റമദാനു ശരീഫിൽ നമ്മൾ റമദാനു ശരീഫിലാകുമ്പോ ഓരോരുത്തരും ആ റമദാനിനെ വളരെ നല്ല സന്തോഷത്തോടുകൂടെ നമ്മളിങ്ങനെ സ്വീകരിക്കാൻ ഇപ്പോൾ കാത്തു നിൽക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. എല്ലാവരും കാത്തു നിൽക്കുകയാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ 2 മാസവും നമ്മളിങ്ങനെ ദ്വാരക്കുന്നത്. റജബിലും ശഅബാനിലും ബറക്കത്ത് ചെയ്യണമേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദ്വാരക്കുക. എന്നിട്ട് അൽഹംദുലില്ലാഹ് ഈ റമദാനിലെ എല്ലാ അർത്ഥത്തിലും ഈ റജബിലും ശഅബാനിലും നമ്മളെ ശരീരത്തിന് നമ്മൾ പാകപ്പെടുത്തിയിരിക്കണം. റമദാൻ മുന്നൊരുക്കം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. നാളെയാണെങ്കിലോ ബറാത്തായി. നാളൊക്കെ 3 യാസീൻ എല്ലാവരും ഓതണം.
നിങ്ങൾ വേഗം പറഞ്ഞൊക്കെ പറഞ്ഞില്ലേ? പറഞ്ഞോ? അതെ, 3 യാസീൻ എല്ലാവരും ഓതാ. ഒരഭിപ്രായം അനുസരിച്ച് അസറിന്റെ ശേഷം ഓതണമെന്നും, ഒരഭിപ്രായം അനുസരിച്ച് മഗ്‌രിബിന്റെ അഭിപ്രായത്തിന് നിൽക്കണ്ട, 2 നേരത്തോണ്ട് ഓതിക്കേണ്ടി. കാരണം ചോറിന്റെ കാര്യമാണ്. ഒരു കൊല്ലത്തെ ബജറ്റാണ് പാസ്സാക്കാൻ പോണത് നാളെ. ഒരു കൊല്ലത്തെ ബജറ്റ്. കുഴിമന്തി എത്ര തിന്നണം, ബിരിയാണി എത്ര തിന്നണം, നെയ്ച്ചോറ് എത്ര തിന്നണം, സാദാ ചോറ് എത്ര തിന്നണം, ഫ്രൈഡ് റൈസ് എത്ര തിന്നണം, അതുപോലെ ബ്രോസ്റ്റ് എത്ര അടിക്കണം, അൽഫാം എത്ര അടിക്കണം, ഇതൊക്കെ നാളാണ് ബജറ്റ്. അങ്ങനെ പറഞ്ഞെങ്കിൽ ഇവര് ഓതുള്ളൂ. വെറുംചോറ് പറഞ്ഞാൽ പിന്നെന്താവൂല, ഓതൂല. ഇന്നത്തെ സിലബസിനനുസരിച്ചാണ്. അപ്പൊ അൽഹംദുലില്ലാഹ് എല്ലാവരും നാളെ ഒരൊറ്റ യാസീൻ നമുക്ക് നല്ല റിസ്കില് നമ്മളെ ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാവും. 1. രണ്ടാമത്തെ നമുക്ക് ആയുസ് കണ്ടു കിട്ടാനാണ്. എല്ലാവർക്കും ആവശ്യമുള്ള സാധനമാണല്ലോ. ആയുസ് ആവശ്യമില്ലാത്തവരും ആരുമില്ല. എല്ലാവർക്കും തോർക്കാലം താമസിക്കണം എന്നാണ്. എത്ര പ്രായമായ ആളുകളോ ഓനോട് ചോദിച്ചാൽ എത്ര വയസ്സായി? 2 വയസ്സ് കുറച്ചാ പറയാൻ നോക്കുക. വയസ്സാർക്കും കൂട്ടി പറയണത് ഇഷ്ടമല്ല. ഷുഗർ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ ഉള്ള കണക്ക് പറയില്ല. കാരണം അത് ഒരു ഇടങ്ങേറാണ്. അപ്പൊ 250 ഉണ്ടെങ്കിൽ 100ന്റെ അടുത്തൊക്കെ ഉണ്ട്. ഈ പരിപാടിക്കൊക്കെ ചെന്നാലിപ്പോ പുതിയാപ്പിളൊക്കെ നേരം വൈകിയാൽ, വരാൻ നേരം വൈകിയാൽ എന്തെങ്കിലുമൊക്കെ വർത്താനം പറയണ്ടല്ലോ. അപ്പോഴുള്ള വർത്താനം, എനിക്കിപ്പോ ഷുഗർ എത്ര, എനിക്കുണ്ടോ? ഷുഗർ ഉണ്ട്. രാവിലെ എത്ര ഉണ്ട്? ഇപ്പൊ ഇൻസുലിൻ ചെയ്യണ്ടോ? ഞാൻ ഇൻസുലിനും ഗുളികയും കുടിച്ചില്ല, എന്നിട്ട് 250. അത് കമ്മിയാണ്. മറ്റോന്റെ ഒക്കെ വിലയിരുത്തൽ. അങ്ങനെ അപ്പൊ പറയും എനിക്കിപ്പോ അതൊക്കെ ആയി, ആൻജിയോ ഒക്കെ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ വേക്കുന്ന ഒരാള് എനിക്കിപ്പോ 2 ബൈപ്പാസ് കഴിഞ്ഞു, എന്നിട്ടും വണ്ടി സ്പീഡിൽ പോകണം. ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഇങ്ങനെ വിലയിരുത്തുകയാണ്. ഇപ്പൊ ഇതൊക്കെ സത്യത്തിൽ ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ്. അതിൽ പെട്ടത് തന്നെ നമ്മൾ ഉറൂസും അങ്ങനെ പ്ലേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തൊരു മട്ടത്തിനാ കത്തിക്കണം അല്ലേ? എല്ലായിടത്തും നല്ല ഉഷാറിൽ കത്തുന്നുണ്ട്. അപ്പൊ നമ്മള് ശഅബാനിൽ റജബിലും അൽഹംദുലില്ലാഹ് നല്ല ഉഷാറാവുക. അപ്പൊ നാളെ എല്ലാവരും 3 യാസീനോട്. 1 അത്, 2 മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി 3. അങ്ങനെ 3 യാസീൻ അസറിന്റെ ശേഷം ഓതിക്കോ, മഗ്‌രിബിന്റെ ശേഷം ഓതിക്കോ. ഇനിയിപ്പോ അതിൽ പെടാതൊക്കെ ഉണ്ടാ ചിലപ്പോ ഏത് റിവായത്താ ശരി എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ 2 ഓതിക്കോളി, എന്നാ റെഡി ആയാലും ഒരു കുഴപ്പമില്ല. അത് അൽഹംദുലില്ലാഹ് നല്ല ഉഷാറിൽ ഓതാം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പൊ നാളെ പണിയുമില്ല. എൻ്റെ വീട്ടിൽ നാളെ എൻ്റെ അനിയന്റെ വീട്ടിൽ ചെറിയൊരു ബാത്റൂമിന്റെ ചെറിയൊരു വാർപ്പുണ്ട്. അപ്പൊ നമ്മളെ പണിക്കാരനോട് പറഞ്ഞപ്പോ നാളെ വരൂല പണിക്കാരെന്ന് ചോദിച്ചു. നാളെ ഒരു കൊല്ലത്തെ ബജറ്റിന്റെ ദിവസമാണ്. നാളെ ഒരു പണിയുള്ള ഫുള്ള് യാസീനൊത്താണ്. കണ്ടോ, ഒരു സെൻട്രിങ്ങാർ, ഒരു വാർപ്പാരനുള്ള ബോധാണ്. എല്ലാ ആളുകളും നാളെ ഓതും. അപ്പൊ എല്ലാവരും ഇൻഷാ അല്ലാഹ് ആ യാസീൻ ആരും മുടക്കരുതെന്ന് അല്ലാഹുവിനോട് ദുആ. അതിന്റെ ഒക്കെ മുമ്പ് അൽഹംദുലില്ലാഹ് അതൊക്കെ ക്ലിയറായി റമദാനിനെ നമ്മൾ ഇങ്ങനെ സ്വീകരിക്കാൻ നിൽക്കുകയാണ്. 2 രൂപത്തിലാണ് റമദാനിനെ നമ്മൾ ഒരുങ്ങുന്നത്. അതാണ് റജബും ശഅബാനും. മുഹറം മാസം വളരെ പ്രധാനപ്പെട്ട മാസമാണ്. മുഹറത്തിന്റെ മുമ്പിലുള്ള 2 മാസത്തിൽ പടച്ചവനെ ദുൽഖഅദിലും ദുൽഹിജ്ജയിലും ബറക്കത്ത് നൽകി മുഹറത്തിലേക്ക് എത്തിക്കണമേ എന്ന് പറഞ്ഞ ഒരു ദുആ ഇല്ല. മുഹറം മോശമാണോ? അല്ല. ലോകത്തേക്ക് ആദ്യമായി മഴ പെയ്തത് മുഹറത്തിലാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീക്കുണ്ടാരത്ത് രക്ഷപ്പെടുത്തിയത് മുഹറത്തിലാണ്. യൂനുസ് നബി അലൈഹി സ്വലാമിനെ മീന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് മുഹറത്തിലാണ്. സ്വർഗത്തിനെ പഠിച്ചത് മുഹറത്തിലാണ്. ഇങ്ങനത്തെ കേൾക്കണ്ടേ? എല്ലാ വിഷയങ്ങൾക്കും സാക്ഷിയായ ഈ മുഹറം വളരെ പ്രധാനപ്പെട്ട മാസമാണ്. എത്രത്തോളം പഴയ കാലങ്ങളിലൊക്കെ ഉമ്മമാര് പറയും മുഹറം മാസം മറഞ്ഞു കാണാൻ പാടില്ല. ഇവിടെ പറയില്ല, അങ്ങനെ പറയല്ലോ? ഇല്ല, മാസം തന്നെയല്ലോ. ഈ കോലത്തിൽ ഏറ്റവും മാസം കാണും. മുഹറം മാസം എന്ന് പറഞ്ഞാൽ ഓരോ മാസം ഇങ്ങനെ കാണാനുണ്ടല്ലേ ആകാശത്ത്. അപ്പൊ പഴയ മലപ്പുറത്തൊക്കെ പറയും, ഒരു പഴമൊഴിയാണ്. ആളുകൾ പറയും, ഉമ്മമാര്, പഴയ പ്രായമുള്ള ഉമ്മമാര് പറയും, മുഹറം ഒരു വർഷത്തിന്റെ തുടക്കമാണ്. ആ തുടക്കം മുഹറം കാണുമ്പോൾ അത് മറഞ്ഞു കാണാൻ പാടില്ല. ഒരു മരത്തിന്റെ ഉള്ളിൽ കൂടെ കാണാൻ പാടില്ല, നേരെ കാണണോ. എന്താണ് മുഹറം മാസം മറിഞ്ഞു കണ്ടാ പിന്നെ അത് മൊത്തം മോശകാരം, ആ വർഷം മൊത്തം മോശം. അതാണ് ഓല പറഞ്ഞത്. അങ്ങനെയൊന്നുമില്ല. അതൊരു അപലക്ഷണമാണ്. ഒരു വിഷയത്തിന്റെ തുടക്കം പൂർണ്ണമായി കാണുക എന്നുള്ളത് സുബലക്ഷണമാണ്. അത് പകുതി കാണുക എന്നുള്ള അപലക്ഷണമാണ്. നമ്മൾ പെണ്ണ് കാണാൻ പോയപ്പോ പെണ്ണിങ്ങനെ തട്ടങ്ങനെ പിടിച്ച്
ഒരു ഭാഗേ കണ്ടോളൂ. എങ്ങനെയുണ്ട് പെണ്ണ്? ഒന്നും മുണ്ടണില്ല. എങ്ങനെയുണ്ട് പെണ്ണ്? ഉഷാറാണ്. എന്താടാ എനിക്കൊരു പകുതി? അപ്പോൾ ഓൻ പറഞ്ഞ ഒരു ഭാഗേ കണ്ടിട്ടുള്ളൂ, മറ്റേ ഭാഗം കണ്ടിട്ടില്ല. ഓൾ തട്ടം കൊണ്ട് ഇങ്ങനെ പിടിച്ചിനി. അപ്പൊ കേട്ടോൻ പറഞ്ഞ് അത് നല്ല പെണ്ണിന്റെ അടയാളം. സീനത്തുൽ മർഇ അൽ ഹയാ. ഒരു പെണ്ണിന്റെ ഭംഗിയിൽപ്പെട്ടതാണ് ലജ്ജ. അതുകൊണ്ട് ഒരു ഭാഗം ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പെണ്ണാ. മറ്റൊരാൾ പറഞ്ഞു അവന്നല്ല ചിലപ്പോ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാവും ആ ഭാഗത്ത്. അതാരാ? ഓപ്പറേറ്ററോ? ഏലമുളിനോട്. അപ്പൊ അങ്ങനെ അപ്പൊ മൂന്ന് അഭിപ്രായമായി. സുബ്ഹാനല്ലാഹ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ ഒസ്വാസായല്ലോ, പെണ്ണ് കാണാൻ പോയ ഒസ്വാസായി. കാരണം ഇതിപ്പോ ആ ഭാഗത്ത് വല്ല കുഴപ്പമുണ്ടോ, മറുണ്ടോ, അതല്ല പെണ്ണിന്റെ ലജ്ജോണ്ട് തന്നെയാണോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പോ പെണ്ണ് കാണാൻ പോകുമ്പോ പെണ്ണുങ്ങളോട് പറയും, നിങ്ങൾ പോകുമ്പോ ശരിക്കും നോക്കിക്കണ്ടി, ഞാൻ ഒരു ഭാഗം കണ്ടിട്ടില്ല. കാരണം ECG സ്കാനിങ് കൊടുക്കണമെങ്കിൽ ആരെ തന്നെ പറഞ്ഞേക്കണം? പെണ്ണുങ്ങൾ തന്നെ പോകണം അല്ലേ? ഓരോ നമ്മളെ ECG സ്കാനിങ് ഒക്കെ എടുത്ത് വരുള്ളൂ. എക്സ്റേ ഒക്കെ എടുത്ത് എല്ലാ സംഗതിയും കോയലിറക്കി പരിശോധിച്ചാണെങ്കിൽ അതൊന്നും നടത്തുപോലെ. അതിനൊരു അമ്മായി എല്ലാവരോടും ഉണ്ടാവും. എല്ലാവരുടെ നാട്ടിൽ കുടുംബത്തിലുണ്ടാവും ഒരു അമ്മായി. ആ അമ്മായിനെ വിട്ടാൽ വളരെ വൃത്തിയേക്കാരം 37 കോയലിറക്കി പരിശോധിച്ചിട്ടേ വരുള്ളൂ. അവക്ക് റെഡി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മറഞ്ഞ ഭാഗം കണ്ടാൽ അതൊരു അപലക്ഷണമാണ്. അപ്പൊ ഒരു ശുഭലക്ഷണമാണ് ഫുള്ളായിട്ട് കാണുക എന്ന് പറഞ്ഞത്, റാഹത്തായിട്ട് കാണുക എന്നുള്ളത്. അപ്പൊ മുഹറം മാസം മറിഞ്ഞു കാണാൻ പാടില്ല എന്ന് പഴയ കാലത്ത് ഉമ്മമാര് പറയുന്നതിന്റെ അർത്ഥം അതാണ്. അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എന്തായാലും അത് സന്തോഷകരമാണ്. അപ്പൊ ആ മുഹറം മാസത്തിൽ വളരെ പ്രധാനപ്പെട്ട മാസമാണ്. എന്നിട്ട് ഇതുവരെ ദ്വാരുന്നിട്ടില്ല. പടച്ചോനെ ദുൽഖഅദിലും ദുൽഹിജ്ജയിലും ബറക്കത്ത് ചെയ്ത് മുഹറത്തൊക്കെ എത്തണമേയാണ്. ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും റമദാനിന്റെ പ്രത്യേകത എത്രത്തോളം ഉണ്ട്. 60 ദിവസത്തോളം പടച്ചോനോട് ദ്വാരക്കുകയാണ്. ബല്ലിഗ്നാ റമദാൻ, പടച്ചോനെ റമദാനെ കൊണ്ടാ, ബല്ലിഗ്നാ റമദാനെ കൊണ്ടാ. അങ്ങനെ റമദാനിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് വളരെ സന്തോഷത്തോടുകൂടെ റമദാനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ വേറെ പണി അവിടെ ഉണ്ട്. അപ്പൊ അതിന്റെ മുമ്പ് 2 മാസത്തിൽ ഭാഗികമായ ഒരുക്കവുമുണ്ട്, ആന്തരികമായ ഒരുക്കങ്ങളുണ്ട്. 2 രൂപത്തിലാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. ആ ഒരുങ്ങേണ്ട മാസമാണ് അതിൽ. ഭാഗികമായി നമ്മൾ ഒരുക്കുമ്പോൾ എങ്ങനെയാണ്? നമ്മളൊക്കെ സുബ്ഹാനല്ലാഹ് ഭക്ഷണം കഴിക്കാൻ, റമദാന് നോമ്പ് പറക്കാനുള്ള നല്ല റെഡി പത്തിരിപ്പൊടി, മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞപ്പൊടി, കരിഞ്ജീരകം, പെരുംജീരകം, എന്തെല്ലാം പൊടി ഉണ്ടോ, സമൂസന്റെ പോലെ ഇത് മുഴുവനും റെഡിയാക്കി വെക്കുക. വിറക്, ചകിരി, ചിരട്ട, തിന്നാനുള്ള പരിപാടി തന്നെ റമദാൻ. എല്ലാം റെഡിയാക്കുക. വേറെ പരിപാടിയൊന്നും ഇല്ല റമദാൻ. തിന്ന, ഭക്ഷണം കഴിക്കാൻ, നോമ്പ് വിളിക്കുക, ഖുർആൻ ഓതുക. ഇതൊക്കെ ഒരു ഒരുക്കമാണ്. അതിന് മലപ്പുറത്തൊരു ഭാഷയുണ്ട്, നനച്ചു കുളി. ഇവിടെ ഉണ്ട്, ഇവിടെ നോൽബില്ലേ? നനച്ചുകുളി ഉണ്ടോ? ഉണ്ട്. ചോദ്യങ്ങൾ നോമ്പ് വിൽക്കല്ലേ? പാലക്കാട്ടേക്ക് വേദറിയാൻ പോയി നാളെ. ഒരു ഉള്ളിലേക്ക് ചെന്ന് 2 മൂലയറ്റകൾ വേദറിയാൻ പോയി. ദാവത്ത് റമദാനെ പറ്റിയൊക്കെ പറഞ്ഞ് അതിന്റെ ഫളായിലൊക്കെ പറഞ്ഞ് നിങ്ങൾ നോമ്പ് വിൽക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു അരമണിക്കൂറായപ്പോൾ ഓല് പറഞ്ഞ് പോകട്ടെ, നമുക്ക് പിന്നെ കാണാവുന്ന അവസ്ഥ, കുറച്ച് വെള്ളം കുടിച്ചിട്ട് പോകാറ് നോമ്പ് കാലത്ത്. അപ്പൊ ഇതുവരെ റമദാൻ എന്ന് പറഞ്ഞാൽ എന്താ തന്നെ തിരിഞ്ഞിട്ടില്ല ഓൽക്ക്. ഓരോടാ പിന്നെ റമദാന്റെ ഫളായിൽ പറയണേ. റമദാന്റെ ഫളായിൽ എങ്ങനെ പറയാം? അപ്പൊ ഞമ്മള് നനച്ചുകുളി എന്ന് പറഞ്ഞ കുളിയുണ്ട്. ഇവിടെ മാത്രമൊന്നുമല്ല, അതിന് പേര് പല നാടുകളിലൊക്കെ പല പേരുകളായിരിക്കുന്നുള്ളൂ. ഹദീസിൽ കാണാം, അവസാനത്തെ 10 ആയാൽ അരയെടുക്കുന്ന മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുറുക്കിയെടുക്കും. അതിന് മുമ്പ് മുറുക്കല്ലേ ഉണ്ട്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? റമദാൻ കഴിയാൻ പോവുകയാണ്. ഇനി പടച്ചോനായ റബ്ബേ, ഇനി കുറച്ച് ദിവസമുള്ളൂ, അതുകൊണ്ട് അത് നല്ലോണം ഇബാദത്ത് ചെയ്യട്ടെ. പന്തളി നടക്കുമ്പോൾ ഹാഫ് ടൈം വരെ ഒരു ഗോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ടില്ലെങ്കിൽ ടീം മാനേജർ 2 ആളും ചെന്നിട്ട് മണ്ടക്ക് കുത്തിയിട്ട് ചെങ്ങന്മാരെ എന്തെങ്കിലും ഒന്ന് കാട്ടണമെങ്കിൽ കുറച്ച് സമയമുള്ളൂ. അരയെടുപ്പൊന്ന് മുറുക്കി എടുത്തിട്ട് ഒന്ന് ഒരുങ്ങിയിട്ട് അടിച്ച ഒന്നിരിക്ക പെനാൽറ്റിയെങ്കിലും വരണം അല്ലേ? എങ്ങനെങ്കിലും വരണം. അപ്പൊ അതിന്റെ അർത്ഥം അതാണ്, ഹാഫ് ടൈം കഴിഞ്ഞാൽ ഒന്ന് ഒരുങ്ങണം. എന്നാൽ റമദാൻ അവസാനത്തെ 15 കഴിഞ്ഞാൽ പിന്നെ ഹാഫ് ടൈം കഴിഞ്ഞു. അപ്പൊ നമ്മളൊന്ന് ഒരുങ്ങിയിട്ട് ഇൻഷാ അല്ലാഹ് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഒന്ന് ഒരുങ്ങുക, അരയെടുപ്പൊക്കെ ഒന്ന് മുറുക്കി എടുക്കുക എന്നാ പറഞ്ഞതിന്റെ അർത്ഥം.
എന്നതുപോലെ പഴയ കാലത്തെ ആളുകളുടെ ഒരു പദമാണ് നനച്ചുകുളി എന്ന് പറയുന്ന സാധനം. അൽഹംദുലില്ലാഹ്, അത് റമദാന്റെ മുന്നോടിയായി എല്ലാം വൃത്തിയാക്കും. നമ്മുടെ വീട് പരിസരങ്ങള് എല്ലാം വൃത്തിയാക്കി ക്ലിയറായി ഇങ്ങനെ നിൽക്കും. ഗൾഫിലൊക്കെ ചെന്നാൽ അറബികൾ ഏറ്റവും കൂടുതൽ സോഫ സെറ്റ് കച്ചവടം നടക്കുക റമദാൻ ശഅബാൻ. ഏറ്റവും കൂടുതൽ പാത്രം കുടുക്കയും ചെമ്മും അഥവാത്തും മൻസിലിയ വീട്ടുപകരണങ്ങൾ കച്ചവടം നടക്കല് ശഅബാനിലാണ് വീട്ടു കച്ചവടം നടക്കല്. എന്താ കാരണം? പണമുള്ള ആളുകൾ റമദാനാകുമ്പോൾ ശഅബാനിന്റെ അവസാനത്തിൽ തന്നെ എല്ലാ ഗ്ലാസുകളും മാറ്റും, എല്ലാ ഭക്ഷണം പാകം ചെയ്യുന്ന എല്ലാ ഉപകരണങ്ങളും മാറ്റി ഒക്കെ പുതിയതാക്കും. പണമുള്ള ആളുകൾ അതിനനുസരിച്ച് കൊണ്ട് ചെയ്യും. പള്ളികളിൽ കാർപ്പറ്റ് മാറ്റും, വീടുകളിൽ സോഫ സെറ്റ് മാറ്റും. പലപ്പോഴും നമ്മുടെ മലയാളികളാകുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അറബി പറയാത്ത ആളുകൾ, അത് കന്നഡ പറഞ്ഞാലും വേണ്ടില്ല, മലയാളം പറഞ്ഞാലും നമ്മൾ അറബി പറയാത്ത ആളുകളൊക്കെ പലപ്പോഴും അവിടെ ജോലിക്ക് പോയാൽ രാവിലെ ഇങ്ങനെ ശഅബാൻ മാസം റമദാൻ അടുക്കുന്നോടെ ഈ വേസ്റ്റ് ഒക്കെ കൊണ്ടുവരുന്ന അവിടെ കുമാമപ്പെട്ടിന്റെ അടുത്ത് ഇങ്ങനെ ഉണ്ടാവും നല്ല അടിപൊളി സോഫ സെറ്റ്, നല്ല അടിപൊളി നല്ല കാർപ്പറ്റ്. അപ്പൊ ഇതിങ്ങനെ കാണുമ്പോ ഒന്നിങ്ങനെ നോക്കും, ഈ നാടിന്റെ പേരെന്തേനി? മർത്താളെ. ഏതായാലും ഈ നാട്ടുകാരാകുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടോ നോക്കുമ്പോ ആരും കാണാനില്ല. ബംഗ്ലാദേശിലെ രണ്ടാളും മുത്തനൂരത്തെ ഒരാളുള്ളൂ. അപ്പൊ വേഗം ഓന് ടെലിഫോൺ വിളിച്ചിട്ട് ഒരു ദബ്ബാബ് വിളിച്ച്, ദബ്ബാബ് പറഞ്ഞ ഗുഡ്സ് വിളിച്ചിരുത്തിയിട്ട് ഈ സാധനക്കയിൽ കയറ്റി. കാരണം ആരും കാണില്ലല്ലോ, നാട്ടുകാർ കാണുമ്പോഴല്ലോ പ്രശ്നം. നാട്ടുകാർ കാണുമ്പോൾ മാത്രം പ്രശ്നമുള്ളൂ, പക്ഷെ നാട്ടുകാരും ഇല്ലേ. ഇത് ഞാൻ എന്തുകൊണ്ടാ പറയുന്നത് വെച്ചാൽ, എനിക്ക് നല്ല പരിചയമുണ്ട്. ഞാൻ ഗൾഫിൽ കുറച്ചുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് നല്ല പരിചയമുണ്ട്. പോയ ആളുകൾക്കൊക്കെ നല്ലോണം തിരിയും. അങ്ങനെ സുബ്ഹാനല്ലാഹ് ഇതൊക്കെ വാങ്ങി റൂമിൽ കൊണ്ട് സെറ്റ് ചെയ്യും. സെറ്റ് ചെയ്ത ഒരാള് ഓന്റെ ഉമ്മനെ ഉംറക്ക് കൊണ്ടുവന്നപ്പോ ഉമ്മ ഉംറൊക്കെ കഴിഞ്ഞ ശേഷം ജിദ്ദിക്ക് കൊണ്ടുവന്ന് ഉമ്മനെ റൂമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. മകന്റെ റൂം ഇങ്ങനെ കണ്ടപ്പോ സുബ്ഹാനല്ലാഹ് വലിയ രാജകീയമായ കട്ടില്, രാജകീയമായ സോഫ സെറ്റ്. ഇതിങ്ങോട്ട് കണ്ടിക്കിന് ഉമ്മ ചൂട്, അതിന്റെ ഹമുക്ക് ഈ എങ്ങനെ ഒരു 10 സെന്റ് സ്ഥലം വാങ്ങി ഒരു പുര കയറ്റുക, ഈ കോലത്തിലെ ഹൈക്കട്ടിലും ഈ കോലത്തിലെ സോഫ സെറ്റ് ഒക്കെ പാടെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിച്ച് ബലസി നടക്കുന്ന ഉമ്മ ലോക ചൂട്. സുബ്ഹാനല്ലാഹ്. അവർ പൊന്നാരമ്മ, ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതല്ല, ഇതൊക്കെ ആ വേസ്റ്റ് കോട്ടൻ്റെ അടുത്ത് അറബിയാൾ കൊണ്ടെടുത്ത് ഞാൻ വാങ്ങിക്കൊടുത്തു. അറബിയാക്ക് എന്താ പിരാന്തല്ല ഈ നല്ല സാധനമൊക്കെ ഒഴിവാക്കാന്? കാർപ്പറ്റൊക്കെ പഴയ കാലത്ത് നമ്മുടെ പള്ളികളിലേക്ക് വന്നിരുന്ന ഗൾഫിലുള്ള ആളുകൾ അയക്കും, സീകാർഗോ. എങ്ങനെ അയക്കുക? ഈ അറബികൾ ഒഴിവാക്കുന്ന കാർപ്പറ്റ് നല്ല ലാൻഡ്രി ഉണ്ട്, ആ ലാൻഡ്രി കൊണ്ട് കഴുകിയിട്ട് വളരെ കുറഞ്ഞ പൈസക്ക് അയച്ചിട്ടായിരുന്നു കാർപ്പറ്റ് ഇങ്ങോട്ട് അയച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ റമദാന്റെ മുന്നൊരുക്കമാണ്. റമദാന്റെ മുന്നൊരുക്കമാകുമ്പോൾ എല്ലാ അർത്ഥത്തിലും റെഡിയോ. പെരുന്നാൾ കെട്ട് അടുത്താലോ സുബ്ഹാനല്ലാഹ് ലൈറ്റ് മാലന്റെ തിരക്കാം. പെരുന്നാൾ കെട്ടായാൽ നല്ല ലൈറ്റുകൾ, നല്ല മോഡലുകൾ, ഇതേ മോഡൽ ലൈറ്റുകൾ പുര മൊത്തം അലങ്കരിക്കും. അപ്പൊ പെരുന്നാളായാൽ അങ്ങനെ ചെലവ്. ഇലക്ട്രിക് ഉപകരണങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഏറ്റവും കൂടുതൽ ചെലവാകുന്ന സമയമാണ് ആ സമയം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ റമദാനിന്റെ മുന്നൊരുക്കം ഭാഗികമായ രൂപത്തിൽ എല്ലാ നാടുകളിലും അത് സുന്ദരമായി ഒരുങ്ങുക തന്നെ ചെയ്യും. ആന്തരികമായി നമ്മൾ ഒരുങ്ങണം. ഇത് ഭാഗികമായ ഒരുക്കമാണ്. ആന്തരികമായി ഉള്ള ഒരു ഒരുക്കം നമ്മൾ ഒരുങ്ങണം. അതെങ്ങനെയാണ്? ഭർത്താവ് ഭാര്യയോട്, ഭാര്യ ഭർത്താവിനോട്, ജ്യേഷ്ഠൻ അനുജനോട്, അനുജൻ ജ്യേഷ്ഠനോട്, അങ്ങനെ അയൽവാസി കുടുംബത്തിനോടൊക്കെ പിണങ്ങി നിൽക്കുന്നെങ്കിൽ അവരോടൊക്കെ നമ്മൾ നന്നാവുക. അങ്ങനെ നന്നാവുമ്പോഴാണ് നമ്മൾ ആന്തരികമായി നന്നാവുകയുള്ളൂ. ഒരിക്കൽ ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാമും അസ്രായിൽ അലൈഹിസ്സലാമും തമ്മിൽ കണ്ടുമുട്ടി. രണ്ടാള് കണ്ടുമുട്ടിയപ്പോ കുറെ വിശേഷങ്ങൾ പറയാനുണ്ടാവും അവർക്കും. ഇവിടെ ഉണ്ടാവും ദാവൂദ് നബി അസ്രായിലൊക്കെ. അസ്രായിൽ അലൈഹിസ്സലാം ദാവൂദ് നബിയോട് പറഞ്ഞു, ദാവൂദ് നബിയെ, ആ നിൽക്കുന്ന മനുഷ്യൻ അയാളെ റൂഹിനെ 3 ദിവസം കൊണ്ട് പടച്ചോൻ കുടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എല്ലാം റെഡി ആയിട്ടുണ്ട്. ബോഡി പാസ് കിട്ടി, അങ്ങനെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് റെഡിയാ. 3 ദിവസം കറക്റ്റ് ആയപ്പോ ദാവൂദ് നബി അങ്ങനെ കാക്കുകയാണ്, ഈ ചെങ്ങാന്റെ റൂഹ് ഇപ്പൊ പോകുമല്ലോ, റൂഹ് അങ്ങനെ പോകുമല്ലോ. നമ്മൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ അപ്പൊ വാട്സപ്പ് എടുക്കാൻ നിൽക്കും, ഫോട്ടോ എടുത്തിട്ട് ആദ്യം അത് ഫോട്ടോ എടുത്ത് റൂഹ് പോകണ മാത്രമേ കിട്ടാത്തുള്ളൂ. ബാക്കി എല്ലാ സാധനം ഫോട്ടോ കിട്ടിയിരുന്നു, റൂഹിനെ മാത്രം കിട്ടിയിട്ടില്ല. അതെങ്ങാനും ഒരാൾക്ക് കിട്ടിയാൽ ആദ്യം ഫോർവേഡ് ചെയ്ത കൂലി ഓന് കിട്ടും. പിന്നെ ആരൊക്കെ കിട്ടണോ അങ്ങനെ കിട്ടും. അതിനു വേണ്ടിട്ടേ സുബ്ഹാനല്ലാഹ്
ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാമും അസ്രായിൽ അലൈഹിസ്സലാമും കണ്ടുമുട്ടി 3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യന്റെ റൂഹ് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. നോക്കി നിൽക്കുമ്പോ റൂഹ് പോണില്ല. റൂഹ് പോകാതെന്നപ്പോ ദാവൂദ് നബിക്ക് സംശയം, ഇത് അസ്രായേൽ വടായി അടിച്ചാണ്. കാരണം മൂപ്പർക്കൊരു തമാശയൊക്കെ പറയാലോ, തമാശ പറയാൻ പറ്റില്ല, തമാശ പറയാലോ എഴുതി. പക്ഷെ തമാശ പറയാൻ എഴുതി അങ്ങനെ കാത്തുനിന്ന് പിന്നെ ഏതായാലും ഇനി അസ്രായേലിനെ കാണട്ടെ. പിന്നെ ഇവിടുന്ന് ഒരു മുടിയാളീച്ചെല്ലാം കണ്ടപ്പോ പിന്നെ ചോദിച്ചു, അല്ല അസ്രായേലിനോട് ചോദിച്ചു, അല്ലെങ്കിലല്ലേ പറഞ്ഞ മഹമാക്കാന്റെ മകൻ കുഞ്ഞാപ്പു 3 ദിവസം മരിക്കും, 3 ദിവസം. പക്ഷെ അയാൾ മരിച്ചിട്ടില്ലല്ലോ, ഇപ്പോ ചങ്ങായി നീച്ചെടുക്കുന്നുണ്ട്, നിങ്ങൾ ഇവിടുത്തെ ബെടായി അടിച്ചാ ഒരു തമാശ പറഞ്ഞതാ. അപ്പൊ ദാവൂദ് നബി അലൈഹി സ്വലാമിനോട് അസ്രായേൽ പറഞ്ഞു, ഇല്ല ദാവൂദ് നബിയെ, സംഗതിയൊക്കെ റെഡിയാണ്, ബോർഡിംഗ് പാസ് കിട്ടി, എമിഗ്രേഷനൊക്കെ ക്ലിയറായി, ഫ്ലൈറ്റ് കയറാൻ വേണ്ടി ലോഞ്ചിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. 10 മിനിറ്റ് കഴിഞ്ഞാൽ ഉടനെ ഫ്ലൈറ്റ് കയറാനായി. പക്ഷെ ആ സമയത്ത് ഒരാളിങ്ങനെ ഇരിക്കുമ്പോ സങ്കടപ്പെട്ടിരിക്കുന്ന സമയമാണല്ലോ അല്ലെ. അങ്ങോട്ട് പോകുമ്പോഴേ, ഗൾഫിക്ക് അങ്ങോട്ട് പോകുമ്പോ ഭയങ്കര ടെൻഷനാ. ഇനി എന്നാ വാപ്പനെ കാണുക, ഇത് അമ്മനെ കാണുക, 4 വയസ്സാകുന്ന കുട്ടീനെ ഞാൻ കളിപ്പിച്ചാൻ കഴിയുക, ഭാര്യനെന്നാ കാണുക, എന്റെ നാട്ടുകാരെങ്ങനെ കാണുക, ഇനി ഉറൂസിലെങ്ങനെ വരിക, ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ച് ടെൻഷനായി നിൽക്കുക. ഇനിയിപ്പോ അറബിന്റെ മൂന്ത കാണണല്ലോ, ഓഞ്ഞ് ഏതൊക്കെ കോലത്തിന്റെ സ്വഭാവം എന്നറിയൂല, ഓഞ്ഞ് പിന്നെ ഇക്കാമ തരുമോന്ന് അറിയൂല, പുതുക്കി തരുമോന്ന് അറിയില്ല, ഓൻ ചൂടാകുമോന്ന് അറിയൂല. ഇതൊക്കെ ഇങ്ങനെ പേടിച്ച് നിൽക്കുക. പണ്ടത്തെ കാലത്തെ പള്ളി ദർസില് മുതഅല്ലിമീങ്ങൾ പോയി ഉസ്താദിന്റെ അടുത്ത് ഒരു ദിവസം കുറച്ച് നേരം വൈകി അങ്ങനെ ഉണ്ടാവും, കുറച്ച് നേരം മടങ്ങ് സങ്കടപ്പെട്ട് പോവാണ്. അപ്പൊ അറബി ഒരൊറ്റ വിളിയാ, ലോഞ്ചിൽ ഇങ്ങനെ 10 മിനിറ്റേ ഉള്ള ഫ്ലൈറ്റ് കയറാം. അസ്സലാമു അലൈക്കും, കൈഫ ഹാലുക യാ മുഹമ്മദ്, കൈഫ അഖ്ബാർ, കൈഫ മദാം, കൈഫ ശുഗ്ൽ, അൽഹംദുലില്ലാഹ് കുല്ലു തമാം, അൽഹംദുലില്ലാഹ്, വല്ലാഹി അൻത ഫീൻ ദഹാൻ. എവിടെയെന്ന് ചോദിച്ചു, അന ഫിൽ മതാർ, ഞാൻ എയർപോർട്ടിലാണ്. അപ്പൊ ഉടനെ അറബി പറഞ്ഞു, അവന്റെ സ്പോൺസർ പറഞ്ഞു, അന അദ്ദൈതു ലക്കൽ ഇജാസത 3 ശഹർ, അനക്ക് 3 മാസം എനിക്ക് ലീവ് തന്നിട്ടുണ്ട്. അന സാഫർ ദഹാൻ ഫിൽ അമേരിക്ക, ഞാൻ അമേരിക്കയിലേക്ക് ഞാൻ യാത്ര പോവുകയാണ്, അതുകൊണ്ട് ഹൗസ് ഡ്രൈവർ ഞാൻ വന്ന അവിടെ ഉണ്ടാവില്ല, അതുകൊണ്ട് 3 മാസം കൂടി നാട്ടിൽ തന്നെ പോയിക്കോ. അപ്പൊ എങ്ങനെ ഉണ്ടാവും നമുക്ക് സന്തോഷം. ഒറ്റ വിളിയ പെണ്ണുങ്ങൾക്ക്, എങ്ങട്ടാ പോയത്, ഒറ്റ വിളിയാ. അപ്പൊ അത് ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ ഇവിടുന്ന് ഇങ്ങനെ അങ്ങനെ ഇറങ്ങണുള്ളൂ. പടച്ചോനെ അറബി വിളിച്ചിനി 3 മാസം കൂടി പെണ്ണുങ്ങൾക്ക് പോയിക്കോന്ന് പറയുന്നത്, ഇജ്ജിങ്ങോട്ട് വാവോ. സുബ്ഹാനല്ലാഹ്. പിന്നെ ഒരു സിഗ്നലും ഉണ്ടാവില്ല പെണ്ണുങ്ങൾക്ക്, ഒരു ഹമ്പും ഉണ്ടാവില്ല. കുത്തിമറിഞ്ഞ് നീച്ച് പുതിയാപ്പള പിന്നെ 3 മാസം കൊണ്ട് കണ്ട വരികയാണ്. എന്നതുപോലെ ദാവൂദ് നബി അലൈഹിസ്സലാം ഇദ്ദേഹത്തിന്റെ റൂഹ് പോകുന്നത് ഇങ്ങനെ സമയം കാത്തു നിൽക്കുകയാണ്. 3 ദിവസം പൂർത്തിയാകുമ്പോ ഇദ്ദേഹത്തിന്റെ റൂഹിനെ പിടിക്കുന്നില്ല. റൂഹിനെ പിടിക്കാതിരുന്നപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാം അസ്രായേലിനോട് ചോദിച്ചു, എന്തേ ഇദ്ദേഹത്തിന്റെ റൂഹിനെ പിടിക്കാതിരുന്നത്? അസ്രായേൽ അലൈഹി സ്വലാം പറഞ്ഞു, ദാവൂദ് നബിയെ, റൂഹിനെ പിടിക്കാൻ ഒക്കെ റെഡിയായി നിന്നപ്പോ അള്ളാഹുവിന്റെ ഓർഡർ പെട്ടെന്ന് വന്നു, ഇദ്ദേഹത്തിന്റെ റൂഹിനെ ഇപ്പോൾ പിടിക്കണ്ട. 20 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിന്റെ റൂഹിനെ പിടിച്ചാൽ മതി. സുബ്ഹാനല്ലാഹ്. അറബി കൊടുത്ത് 3 മാസം, പടച്ചവൻ കൊടുത്തതോ 20 കൊല്ലമാണ്. അപ്പൊ ചോദിച്ചു, എന്തേ കാരണം, എന്തേ അയാൾക്ക് ലീവ് നീട്ടി കിട്ടിയേ? ഒന്നുമല്ല, അദ്ദേഹം പിണങ്ങി നിന്നിരുന്ന ഒരാളോട്, തെറ്റി നിന്നിരുന്ന ഒരാളോട് അങ്ങോട്ട് പോയി സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആ പിണങ്ങി നിന്നിരുന്ന തിരിച്ചിങ്ങോട്ടും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ് എന്ന് തിരിച്ചിങ്ങോട്ട് സലാം അടക്കിയപ്പോ 20 കൊല്ലത്തെ ആയുസ് അല്ലാഹു തആല നീട്ടിക്കൊടുത്തു. 20 കൊല്ലത്തെ ആയുസ്. ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, ജ്യേഷ്ഠൻ അനുജനോട്, അനുജൻ ജ്യേഷ്ഠനോട്, കുടുംബത്തിനോട് ആരെങ്കിലും ഒക്കെ പിണങ്ങി നിൽക്കുന്നുവെങ്കിൽ അവരോട് മുഴുവനും ശഅബാനാണ്. ഈ സമയം തന്നെ എല്ലാവരോടും നിങ്ങൾ പൊരുത്തപ്പെടിച്ച് നിങ്ങൾ നന്നാവണം. അങ്ങനെ നന്നായത് കൊണ്ടാണ് 20 കൊല്ലത്തെ ആയുസ് അല്ലാഹു നീട്ടിക്കൊടുക്കാൻ കാരണം. 20 കൊല്ലം. നിങ്ങൾ ആരോടൊക്കെ തെറ്റിയുമ്പോഴേ, ഇതാരൊക്കെ തെറ്റിയാണ്? പെണ്ണുങ്ങളോട് തെറ്റിയ ആളുകൾ എത്ര ആളുണ്ട്? കൈ പൊക്കണ്ട, വാട്സപ്പിൽ പൊക്കണേ പൊക്കിയാൽ. എന്നും ഏറ്റവും കൂടുതൽ കച്ചറ കൂടുതൽ പെണ്ണുങ്ങളോടാണ്. എന്നും കൂടും കച്ചറ. വൈകുന്നേരം ആകുമ്പോ എങ്ങനെയൊക്കെ നന്നാവും അല്ലേ ഓപ്പറേറ്റർ? പിറ്റേന്ന് രാവിലെ പിന്നെ തെറ്റും, വൈകുന്നേരം ആകുമ്പോ പിന്നെ നന്നോ, എങ്ങനെയെങ്കിലും തട്ടിപ്പിച്ച് നന്നോ. ഭയങ്കര വളവന്മാർ രണ്ടാളും. അങ്ങനെ എത്ര പ്രാവശ്യം തെറ്റിയിട്ടുണ്ട്,
തെറ്റിണീന് ഇവിടെ എന്താ പറയാ കന്നഡയില്? തെറ്റ് തന്നെ. അയച്ചിലായി ഒന്നെങ്കിലും നിങ്ങളെ ഭാഷ പറയാൻ കിട്ടിയാലോ അല്ലേ? അങ്ങനെ കുൽമാലുള്ളതൊക്കെ നമ്മൾ ഒന്നിച്ചായ കുഴപ്പമില്ല. അപ്പൊ തെറ്റി നിൽക്കുകയാണ് അങ്ങനെ ഒന്നാവും. പക്ഷെ ഒരിക്കൽ പോലും ഭാര്യനോട് പൊരുത്തപ്പെടിച്ചിരിക്കണം. 50 കൊല്ലായിട്ട് പെണ്ണെട്ടിയോലുണ്ട് ഇവിടെ, 40 കൊല്ലായിട്ട് പെണ്ണെട്ടിയോലുണ്ട്, 30 കൊല്ലായിട്ട് പെണ്ണെട്ടിയോലുണ്ട്. ഞാനൊന്ന് കൈ പൊക്കാൻ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും പൊരുത്തപ്പെടിച്ചോല്. പൊക്കണ്ട, സാധ്യത വളരെ കമ്മിയാ. 2 ആളോ 3 ആളൊക്കെ ഉണ്ടാവുള്ളൂ. എല്ലാരും ഇന്ന് പോയി പൊരുത്തപ്പെടിക്കണം. എല്ലാരും ഇന്ന് പോയിട്ട് പൊരുത്തപ്പെടിക്കാൻ വേണം. ഇന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഉറുസായി കിട്ടിയ ഇവിടുന്ന് നീർച്ചന്റെ പൊതി ചീറിനെയൊക്കെ കിട്ടി അതിങ്ങനെ കുത്തിട്ടുണ്ട്. 2 കൂട്ടർ ഒപ്പം ഇങ്ങനെ കഴിക്കുക. ഒരു പ്ലേറ്റ് കിട്ട് കഴിക്കുക. ഒരാളെ ഇറച്ചിന്റെ എല്ലുമ്പോ മറ്റാൾ കടിപിടി കൂടുക, മറ്റവന്റെ കടിപിടി ഇങ്ങോട്ട് കൂടുക. 2 ആൾ അങ്ങോട്ട് കിട്ടിയ ഒരിറച്ചി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പുതിയാപ്പളി മുതപ്പ് വലിയ ആയുസ് തീർന്നുണ്ടാവും. ആയുസ് തീർന്നുണ്ടാവും. ഇപ്പോഴെങ്ങനെ ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചു നോക്ക്, ഒരു കുഴപ്പമുണ്ടാവൂല അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ ഭാര്യയും സുബ്ഹാനല്ലാഹ് മുത്തുനബി ചിരിക്കുമ്പോഴൊന്നും മുമ്പല്ല് കാണാറില്ല. ജനങ്ങളുടെ മധ്യത്തിൽ വെച്ചുകൊണ്ട് ചിരിക്കുമ്പോ മുൻപല്ല് കാണാതെയാ മുത്തുനബി ചിരിക്കാറുള്ളത്. എന്നാൽ മുൻപല്ല് കണ്ടുകൊണ്ടുള്ള ഒരു പൊട്ടിച്ചിരി ചിരിക്കാറുള്ളത് സ്വന്തം ഭാര്യയുടെ മുമ്പിലാണ്. നമ്മള് ഭാര്യമാരോട് ഉള്ള പട്ടാള സിസ്റ്റത്തിനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെറിയൊക്കെ പിന്നെ ടൗണിൽ നിന്ന് കഴിയും. ചങ്ങായിമാരോട് ചിരിച്ച് 1 കിലോമീറ്റർ അപ്പുറത്തേക്കൊക്കെ നമ്മൾ ഒച്ച കേൾക്കും. ചങ്ങായി ഓരോരുത്തർക്കായിട്ട് ചിരിച്ചാൽ സുബ്ഹാനല്ലാഹ് വാട്സപ്പിന്റെ ഒന്നും ആവശ്യമില്ല, ആണ്ട് ചെല്ലും ഒന്നായിട്ട് അല്ലേ? പക്ഷെ ഭാര്യമാരോട് ചിരിച്ചില്ല. എല്ലാരും ഒന്ന് ചിരിച്ചു കൊടുക്ക്, നല്ല സന്തോഷത്തോടെ ചിരിച്ചു കൊടുക്ക്. ഇന്നെല്ലാവരും പോകുമ്പോൾ അങ്ങനെ ചിരിച്ചു കൊടുക്കും. ഉള്ളായിട്ട് ചിരിച്ചിക്കേണ്ട സുഖമില്ലാന്ന് കരുതും. ഇന്ന് ഉറൂസിന് പോയിട്ട് അവിടെ നിന്ന് മക്കാമിൻ്റെ അവിടെ നിന്ന് കണ്ടു പിടിച്ചു എഴുതും. അപ്പൊ ആവശ്യമില്ല ഇതിനൊക്കെ ഒന്ന് ചിരിച്ചു കൊടുക്കുക, നല്ല റാഹത്ത്. അപ്പൊ ഒരു ടെൻഷനും ഉണ്ടാവില്ല, നല്ല റാഹത്ത്. പ്രായം ചെന്ന ആളുകളൊക്കെ എന്ത് ചെയ്യണം? ഒരു 60 വയസ്സ് 70 വയസ്സായാൾക്ക് നാളെ ഒരു ടൂർ പോവുക, ഒരു ഫോട്ടോ എടുക്കാം, സെൽഫി, ഒരു മക്കൾക്കൊക്കെ വിട്ടുകൊടുക്കുക. നിങ്ങളുള്ള നേരം കച്ചറോടി കുത്തണോളി, ഞങ്ങൾ ഇപ്പോഴും ബെൽസാണ്. അപ്പൊ റെഡിയായി. അൽഹംദുലില്ലാഹ് മകൻ കല്യാണം കഴിക്കുമ്പോൾ LED വളവൊക്കെ വെച്ച് നല്ല അടിപൊളി റൂമാണ്. ഓൻ 10 വെച്ചിങ്ങനെ 15 വെക്കണം. 70 വയസ്സായ ആളാണ്. എന്നിട്ട് ഉഷാറായിരുന്നു. ഞമ്മക്കും ഇങ്ങനെ തന്നെയാണ്. എന്താ പേര് പോയപ്പോ ഇതെവിടെ? വാപ്പോടെ അതേ റൂമില്, ഉമ്മോടെ ആ റൂമില്, 2 ആളും കാണുന്നല്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മളെ പരിപാടിയുള്ളത്. ഈ സ്റ്റേജുമ്പോൾ തന്നെ അല്പം ഉണ്ടാവും അങ്ങനത്തെ ആളുകൾ. ഓലൊക്കെ താഴ്ത്തിരുത്തണം. അങ്ങനെ ഇരിക്കുന്ന ആളുകളുടെ ഓല സ്റ്റേജുമ്പോൾ ഇരുത്തണം. എങ്ങനെയാ അതിനല്ലേ? അപ്പൊ അൽഹംദുലില്ലാഹ് നല്ല റാഹത്തിലാണ്. ഇല്ലെങ്കിൽ എന്തിനാ നമ്മളിങ്ങനെ തെറ്റി നിൽക്കണേ? ചിലർ കമ്മിറ്റിക്കാർ മൂല്യന്മാർ കമ്മിറ്റിക്കാർ ഷാബാനാകുമ്പോൾ മൂല്യന്മാരെ പിരിച്ചു വിടുന്ന മാസാന്നുള്ള ഒരു അഭിപ്രായം അങ്ങനെയാണ്. കറക്റ്റ് അല്ലേ? അത് കറക്റ്റാണ്. അതിനിങ്ങനെ കാത്തിക്കണം. ഓരൊക്കെ മനസ്സിലാക്കണം. കഴിഞ്ഞ കൊല്ലം പിരിച്ചുവിട്ട മൂല്യരോടൊക്കെ പോയി പിരിച്ചു പിടിച്ചേണ്ടി സെക്രട്ടറിയും പ്രസിഡന്റും ഒറ്റക്ക് പോയാൽ 2 ഒപ്പം പോണ്ട. എല്ലാരും നന്നാവാൻ നമുക്ക് തോന്നിയോ 20 കൊല്ലത്തെ ആയുസ. അങ്ങനെ അൽഹംദുലില്ലാഹ് നല്ല റാഹത്തിലായിട്ട് ചിരിക്കുക, നല്ല സന്തോഷത്തിരിക്കുക, ഇടക്കൊക്കെ ഒരു തമാശ പറയുക. അൽഹംദുലില്ലാഹ് എന്താ പിന്നെ കുഴപ്പമുള്ളൂ? ഒരു കുഴപ്പമില്ല. നുണ പറയണ്ടെന്ന്, കളവ് പറയാതെ അൽഹംദുലില്ലാഹ് തമാശയൊക്കെ പറയുമ്പോൾ നല്ല റാഹത്താണ്. നല്ല ഞാൻ ഇപ്പം ഇങ്ങോട്ട് പോരുമ്പോഴൊക്കെ പെണ്ണുങ്ങൾക്കൊന്ന് വിളിച്ച് ഇതൊക്കെ വർത്താനം റാഹത്ത് തന്നെ. ഒരു വിളിയെങ്കിലും നടന്നുള്ള പ്രശ്നമാണ്. അപ്പൊ അൽഹംദുലില്ലാഹ് അതൊക്കെ സന്തോഷമാണ്. ഇന്നെ ഓർമ്മ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ എപ്പോഴും അങ്ങനെ നിൽക്കണം. ഇതാണ് റമദാന്റെ മുന്നോടിയായിട്ടുള്ള റമദാൻ. എന്നിട്ട് ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ആ പത്തിരിയൊക്കെ ചുടുമ്പോ ഇറച്ചിക്കറി വെക്കുമ്പോ ആ ഉള്ളി മസാലയൊക്കെ നമ്മൾ കൂട്ടി കൊടുക്കുക, ഓള് പാകം ചെയ്യുക. പഴയ കാലത്തൊക്കെ അങ്ങനെയല്ലേ? പത്തിരി ഇവിടുന്ന പത്തൽ ഈ പത്തൽ ഇങ്ങനെ വരുത്തുമ്പോ സുബ്ഹാനല്ലാഹ് ഭാര്യയും ഭർത്താവും ഒന്നിച്ചാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലിട്ടാ നടക്കുക. പഴയ കാലത്തൊക്കെ അങ്ങനെയാണ്. പഴയ കാലത്തൊക്കെ ഈ വെളിച്ചെണ്ണാന്റെ തപ്പ് വെട്ടിയിട്ട് അതിങ്ങനെ വെച്ചിട്ട് സുബ്ഹാനല്ലാഹ് അയിമലാണ് പത്തിരിയൊക്കെ ചുടലുള്ള. അങ്ങനെയാണ്. കാരണം പത്തിരി തോനെ വേണ്ടി വരും. അന്ന് സമൂസയും പയനറവും പയമ്പൊരിയൊന്നും ഇല്ല. വെറും പത്തിരിയും പത്തലൊക്കെ തിന്നിട്ട് എന്ത് ചെയ്യണം? പള്ള നടക്കണം. ആകെ 250 ഇറച്ചി വാങ്ങും, ബാക്കി ഉരുളങ്ങേങ്ങക്കാരം പത്താത്തീസ് അതാ കറി. ഇന്ന് അതൊന്നുമല്ല. അരിമണിയും ചായയും കുടിച്ചിട്ടാണ് അല്ലേ മദ്രസക്ക് പോയിത്. അരിമണി പറഞ്ഞ തിരി ഇവിടെ തിരി. ഇന്ന് അൽഫാം എന്നിട്ടാ മദ്രസക്ക് പോണത്.
അതുകൊണ്ടൊക്കെ തന്നെ ഓരോ അൽഫാമിന്റെ മാതിരി. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിർത്തുകയാണ്. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് എല്ലാവരും നന്നാവുക. അങ്ങനെ ടെൻഷൻ ഇല്ലാഞ്ഞാൽ തന്നെ അറ്റാക്ക് വരില്ല. ടെൻഷൻ ഇല്ലെങ്കിൽ തന്നെ അറ്റാക്ക് വരില്ല. ചിരിച്ച് ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുന്നവർക്ക് ബ്ലഡിനൊന്നും ഒരു കുഴപ്പം കോട്ടിങ് കൊടുമ്പല്ലത്. എല്ലാവരോടും ഈറ, എല്ലാവരോടും ദേഷ്യം, എല്ലാവരോടും അസൂയ. അതുകൊണ്ടല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അൽ ഹസദു യൗകുലുൽ ജസദ. ഹസദ് ശരീരത്തിനെ കാണുമ്പോൾ അമേരിക്കയിലുള്ള ഒരു ഡോക്ടർ അസൂയയെ കുറിച്ച് പഠനം നടത്തി. അമേരിക്കയിലുള്ള ഒരു ഡോക്ടർ അസൂയയെ കുറിച്ച് പഠനം നടത്തി. എങ്ങനെയാണ് ഈ ഉസ്താദിനോട് എനിക്ക് അസൂയ വരുന്നത്? ഉസ്താദ് വാങ്ങിയ കാറിനോട് എങ്ങനെയാണ് അസൂയ വരുന്നത്? എങ്ങനെയാ അസൂയ വരുന്നത്? അമേരിക്കയിലുള്ള ഡോക്ടർ അസൂയയെ കുറിച്ച് പഠനം നടത്തിയപ്പോൾ 41 വരുന്ന എന്റെ കണ്ണിൽ നിന്നുള്ള രശ്മി ഈ ഉസ്താദിന്റെ കാർമക്കാണ് പതിയാണ്. അപ്പോഴാണ് അസൂയ ഉണ്ടാകുന്നത്. ഇതിനാണ് പഴയ കാലത്ത് ഈ കണ്ണേറ് എന്ന് പറഞ്ഞ സാധനം, ആ കണ്ണേറ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പഴയ കാലത്ത് എഴുതി വെച്ചിന്. മലപ്പുറത്തെ ഭാഷ ഞാൻ പറയുന്നത് കരിങ്കണ്ണാ നോക്ക്. ഇവിടെ പറയലുണ്ടോ? ഇവിടെ എന്താ പറയല്? ചട്ടിന്റെ മുകളിൽ ഇങ്ങനെ എഴുതി വെക്കും. എന്താണ് പറയുക സാർ? മൊത്തം കണ്ണേറ് നിലവിലെഞ്ചത്തെ എഴുതാ. അസ്മാന്റെ ആളാ? ആ വൃത്തി. എന്നാ കുറച്ച് അസ്മാനെ പറ്റി പ്രസംഗിക്കട്ടെ. അപ്പൊ കരിങ്കണ്ണാ നോക്കുന്നേ ആദ്യത്തെ നോട്ട അയിമ കൂടെ പോണം. ഇന്ന് പിന്നെ പുരോഗമിച്ചത് കൊണ്ട് മാഷാ അല്ലാ തബാറക്കല്ലാ എന്ന് എഴുതും. ഇന്ന് പിന്നെ ആളുകൾ ഗൾഫിലൊക്കെ പോയി കുറച്ച് പുരോഗമിച്ചത് കൊണ്ട് മാഷാ അല്ലാ തബാറക്കല്ലാ. ഇപ്പൊ മാഷാ അല്ലാ തബാറക്ക കണ്ണൂരിട്ടോ നോക്കണ്ടേ, കാരണം അത്രയും മോഡലിലായി എഴുതി വരുന്നേ. അത് മോഡലിൽ എഴുതാൻ പാടില്ല, ബിക്കർസിൽ എഴുതണം. ബിക്കർസിൽ എഴുതുമ്പോൾ ആദ്യത്തെ നോട്ട അയിമ കൂടെ പോകണം. അതിനാണ് ഈ ചെയ്യുന്നത്. അപ്പൊ അതിനാണ് ഈ കണ്ണേറും. അൽ ഐനു അശദ്ദു മിനസ് സിഹർ. സിഹറിനെയും കാട്ടിലും വലുതാണ് കണ്ണേർ. അപ്പൊ ആ കണ്ണിൽ നിന്ന് മറ്റവന്റെ കാറിലേക്ക് ഇങ്ങനെ പറ്റുമ്പോ 41 രശ്മി നമ്മൾ പതിയുമ്പോഴാണ് കണ്ണേറ് പറ്റുന്നത്. എന്താ? അപ്പൊ ആദ്യത്തെ നോട്ട് അതാണ്. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അത് ശരീരത്തിനെ കാർന്നു നിന്ന ഒരു സംഗതിയാണ്. നിക്കാഹ് നടത്തുമ്പോൾ അൽഹംദുലില്ലാഹ് സന്തോഷത്തോടുകൂടെ ഭാര്യയും ഭർത്താവും ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നിച്ചിങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എന്റെ കണ്ണിൽ നിന്ന് എന്റെ ഭാര്യയുടെ കണ്ണിലേക്ക് 41 വരുന്ന സ്നേഹത്തിന്റെ രശ്മികൾ പാസ് ചെയ്യും. അന്നപ്പോ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചിട്ട് കൈ വിരൽ നോമ്പണം. ഷുഗറും പ്രശ്നങ്ങളും മരുന്നുണ്ട് ഇതിന്റെ അടിയിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇവിടെ മരുന്നുണ്ട് ഇതിന്റെ ഇടയിൽ. അതുകൊണ്ടാണ് പഴയ കാരണങ്ങൾ. ഇന്ന് ആരെങ്കിലും മുമ്പ് അങ്ങനെ ഉണ്ടാവും? പൊയ്ക്ക അവിടുന്ന് മനുഷ്യന്മാരുടെ അടിയിൽ എളുപ്പത്തരം കാട്ടുന്നത്. ബാത്റൂമിൽ പോയി എംപി കാണും. പറയാൻ പറ്റൂല, വേദം പറയാൻ പറ്റൂല. ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ മറന്നുപോയി. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും അൽഹംദുലില്ലാഹ് നന്നാവും. ഇപ്പൊ കണ്ടില്ല, നിങ്ങളൊക്കെ ഒന്ന് കുറച്ചേരം ചിരിച്ച് നല്ല സന്തോഷമായപ്പോ നിങ്ങൾക്ക് എന്നെ തോന്നാം കുറച്ചേരം കൂടി ഇവിടെ കുച്ചിരിക്കാം. ആ നിന്നോല് കരുതാൻ നമുക്ക് നേരത്തെ തന്നെ ഇരുന്നാൽ മതി. ഇനി എത്ര നേരം തങ്ങള് പറയണാവോ? അപ്പൊ അൽഹംദുലില്ലാഹ് ഇത്ര തന്നെ ഉള്ളൂ. ചിലര് തങ്ങളായ ചിരിച്ചാൻ പറ്റൂല, എല്ലാവരും ചൂടായതിന്റെ തങ്ങളാവുള്ളൂ. അങ്ങനെ ഉണ്ടോ? ചിലര് അങ്ങനെ കാളിയരായ എല്ലാവരോടും ചൂടാണോ, മുദരിസാണെങ്കിൽ പെരുംചൂടാവലാണോ? ഇതൊന്നുമില്ല. നല്ല സന്തോഷത്തിൽ കഴിയാം. അൽഹംദുലില്ലാഹ്. നിങ്ങൾ എനിക്ക് വേണ്ടി വരയ്ക്കാം, ഞങ്ങൾക്ക് വേണ്ടി വരയ്ക്കാം. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഖിദ്മകൾ നമ്മൾ ചെയ്യാം. പറയുന്ന കാര്യങ്ങൾ മാക്സിമം ഒക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുക. അതൊക്കെ തന്നെ നമ്മൾ ചെയ്യേണ്ട. അൽഹംദുലില്ലാഹ്. ഇവിടുത്തെ ഇപ്പാപ്പന്റെ പൊരുത്തം വാങ്ങാൻ വേണ്ടി വന്ന ആളുകൾ നമ്മളൊക്കെ ആ പൊരുത്തം വാങ്ങാൻ വന്നിട്ട് ഇൻഷാ അല്ലാഹ് പൊരുത്തക്കേട് വാങ്ങി പോകരുത്. ഇന്നിപ്പോ പരീക്ഷ SSLC +1 +2 ഒക്കെ എല്ലായിടത്തും പെണ്ണ് വന്നിരിക്കണം. തിരക്കാ. ഇവിടെ ഇപ്പൊ കാണുന്നില്ല. ഇവിടെ ഉണ്ടോ? എവിടെ ചെന്നാലും പടച്ചോനെ പെണ്ണിന്റെ കൊട്ടയാണ് മന്ദിരിക്കാൻ. അതൊക്കെ വേണം. പക്ഷെ വേറൊന്നുണ്ട് എനിക്ക് പറയാനുള്ളത്. എന്റെ കുട്ടികളോട്, SSLC എഴുതുന്ന മക്കളോട്, +1 +2 എഴുതുന്ന കുട്ടികൾ, പരീക്ഷാർത്ഥികളോട് പറയാനുള്ളത്, പേന മന്ദിരിക്കുന്നതിന് മുമ്പ് അലം നസ്റഹ് സൂറത്ത് തേനിൽ മന്ദിരിച്ച് കഴിക്കുന്നതിന് മുമ്പ് ആദ്യമായി നിങ്ങൾ കരസ്ഥമാക്കേണ്ടത് നിങ്ങളുടെ ഗുരുനാഥന്മാരുടെയും മാതാപിതാക്കളുടെയും പൊരുത്തമാണ് നിങ്ങൾ വാങ്ങേണ്ടത്. പൊരുത്തം വാങ്ങണം. എന്നിട്ട് വേണം ചെയ്യാൻ. ഞാൻ പറയാറുണ്ട്, ഒലക്ക വിഴുങ്ങിയിട്ട് സുന്നമാക്കി കുടിച്ചിട്ട് കാര്യമില്ല. ഒലക്കാരനെ തിരിയൂലേ? ഈ ഉസ്താനൊന്നും തിരിയൂല.
മിമ്പർമത്തെ വാളെ ഇപ്പൊ തിരിഞ്ഞോ? ആ മടല് എന്നാ മാണ്ട ഈ മൈക്കന്റെ സ്റ്റാൻഡ് ആയിക്കോട്ടെ. ഒലക്കാട് നാന എവിടെ ഉണ്ടാവുക? ആ ഷോക്കേസില അല്ല, അതന്നെ. ഒരക്കും ഓരല്ലോ കുന്താണി അല്ലേ, സാധനൊക്കെ ഉണ്ട്. അങ്ങനെ നിൽക്കുകയാണ്. അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം നമ്മള്, മറന്നു പോവില്ലെങ്കിൽ. അപ്പൊ ഒരാള് ഒലക്ക വിഴുങ്ങി സുന്നമാക്കിയ സാധനമുണ്ട്. അറിയോ? എനിക്കറിയോ? ഓപ്പറേറ്റർക്ക് അറിയോ? നന്ദജി പറഞ്ഞ ആവുന്നല്ല, ഓൻ കത്തിയ സുന്നമാക്കി അറിഞ്ഞ ആളുകളൊന്ന് കൈപോക്കട്ടെ. ഈ സദസ്സിലുള്ളവർക്ക് കൈപോക്ക. ആർക്കും അറിയില്ല. ആ പ്രായമുള്ള ആൾക്ക് എന്താണ് വയറ്? വയറ് ക്ലീൻ ചെയ്യാനുള്ള പഴയ സിലബസിലെ മരുന്ന, 2 സമസ്തി അംഗീകരിച്ച മരുന്നാണ് സുന്നമാക്കി. അത് കുടിച്ച ഏത് പോകാത്ത സാധനം പോകും. ഇനിയിപ്പോ നാളെ ഞാൻ ഈ വേദമായിട്ടാണ് സുന്നമാക്കി കുടിച്ചാൽ നിൽക്കണ്ട, ഒഴിവുണ്ടാകുമ്പോൾ കുടിച്ചാൽ മതി. നാളെ വെള്ളിയാഴ്ച മാങ്കോഹം കഴിയൂല, ആണ്ട് പോക്കലോടങ്ങും വിസ്മി ചൊല്ലിട്ട് ആ മേലെന്ന് വെള്ളം വന്ന മാതിരിയില്ല. അപ്പൊ എല്ലാരും അപ്പൊ സുന്നമാക്കി. ഇത് രണ്ടും പഠിച്ചു. രണ്ടാളും പഠിച്ചിട്ട് ഈ മൈക്കന്റെ സ്റ്റാൻഡ് എടുത്തിട്ട് വിഴുങ്ങിയിട്ട് സുന്നമാക്കി കുടിച്ചാൽ ദഹിക്കോ ഇല്ലേ? ദഹിക്കൂല. അങ്ങക്ക് തന്നെ അറിയാം, ഞാൻ വേറെ തരേണ്ട ആവശ്യമില്ല, അറിയാം. അതിന് മേജർ ഓപ്പറേഷൻ മംഗലാപുരം മെഡിക്കൽ കോളേജ് കൊണ്ടുപോകേണ്ടി എന്നതുപോലെയാണ് കുരുത്തക്കേട്. കുരുത്തക്കേട് വാങ്ങിയിട്ട് പിന്നെ അസ്മാഉൽ ബദർ ചൊല്ലിയിട്ട് കാര്യമില്ല, പേന മന്ദിരിച്ചിട്ട് കാര്യമില്ല, തേൻ മന്ദിരിച്ചിട്ട് കാര്യമില്ല. ആദ്യം ചെയ്യേണ്ടത് വാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം വേണം. തന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാരുടെ പൊരുത്തം വാങ്ങണം. ഞാനിത് പറയുമ്പോഴൊക്കെ പറയുന്നൊരു കഥയുണ്ട്. എനിക്ക് പരിചയമുള്ള ഒരു കൂട്ടുകാരൻ, ഇവനെന്താ പണി? ഇവന് നല്ല ഇംഗ്ലീഷ് അറബിയിലേക്കും അറബി ഇംഗ്ലീഷിലേക്കും ഒക്കെ ട്രാൻസ്ലേഷന് കഴിയും. അക്കൗണ്ട്സിന്റെ എല്ലാ ഭാഗവും പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങള് ബില്ലാദൻ കമ്പനി ഗൾഫിലെ കമ്പനി, ഏതാണ് ക്ലോക്ക് ടവറൊക്കെ ഉണ്ടാക്കിയ കമ്പനി. മിനായില് ജംറ എറിയാനുള്ള പാലം പോയില്ലേ? അജിന് പോയിക്കണോ? ഉംറക്ക് പോയിട്ടുള്ളൂ. നിങ്ങൾ അജിന് പോയില്ലേ? ഉംറക്ക് പോകുമ്പോ ജംറ പാലം കാണാം. അതൊന്നും മട്ടം കിട്ടൂല, ആ തിരക്കിൽ തന്നെ പോണം. അള്ളാഹ് സംഭവല്ലേ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. ആ പ്രത്യേകമായ തൽബിയത്ത് ഇങ്ങനെ ചെല്ലുമ്പോൾ പോയവർക്ക് ഇങ്ങനെ ഓർമ്മ വരും. അല്ലാഹു നമുക്ക് അവിടെ വീണ്ടും എത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തൗഫീഖ് ഉണ്ടാവുമ്പോഴേ കഴിയുള്ളൂ. പൈസ ഉണ്ടായതുകൊണ്ട് കഴിയോളമെന്നില്ല. ഈ ഉറൂസിൽ പങ്കെടുക്കാൻ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇവിടെ എത്തും. ഈ റോട്ടുമ്മലൂടെ നടക്കാൻ മാത്രമാണ് തൗഫീഖെങ്കിൽ റോട്ടിലൂടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇവിടുത്തെ പൊരുത്തമുണ്ടോ? അൽഹംദുലില്ലാ, ഈ കമൗണ്ടിൽ എത്തിച്ചേരും. അള്ളാഹു പൊരുത്തം തരട്ടെ. അങ്ങനെ ഞാന് വിളിച്ചിട്ട് ഈ കമ്പനിയിൽ ഞാൻ ഒരാളുടെ വിളിച്ചിട്ട് ഇവനെ ജോലിക്ക് റെക്കമെൻഡ് ചെയ്തു. പിറ്റേന്ന് രാവിലെ ഓനെ ഇന്റർവ്യൂവിൽ ഓന്റെ CV നോക്കുമ്പോ, ബയോഡാറ്റ നോക്കുമ്പോ മാഷാ അല്ലാഹ്, മുദീറാണ് മാഷാ അല്ലാഹ്, കണക്ക് ഒരുപാട് കമ്പനിയിൽ ജോലി ചെയ്ത സർട്ടിഫിക്കറ്റ് ഉണ്ട്, പ്രാക്ടിക്കൽ സർട്ടിഫിക്കറ്റ്. നാളെ തന്നെ വരാൻ പറഞ്ഞു. 8000 റിയാലാണ് അവന്റെ ശമ്പളം. 8000 റിയാൽ എന്ന് പറഞ്ഞാൽ എത്ര ഉറുപ്പ ഉണ്ടാവും? 8000 റിയാൽ എന്ന് പറഞ്ഞാൽ നാട്ടിൽ എത്ര ഉറുപ്പ ഉണ്ടാവും? 2 ലക്ഷം ഉറുപ്പ. എത്ര? 2 ലക്ഷം ഉറുപ്പ ഉണ്ട്. ഞാനും നിങ്ങളൊക്കെ 1.5 കൊല്ലം ജോലി ചെയ്യേണ്ടിയാണ്. ആ 2 ലക്ഷം ഉറുപ്പ ഉണ്ട്. പിന്നെ കമ്പനിന്റെ നിയമം എന്താ? 3 മാസം കമ്പനി നിന്ന് ഫാമിലിയെ കൊണ്ടുവരാം. 1500 ഉറുപ്പ റൂമിന് ചെലവിന് പൈസ. അതിൽ 100 റിയാലിന്റെ റൂമിലെ നിൽക്കുക, മൂട്ടയ്ക്കുള്ള റൂമിൽ. ബാക്കി 1500 പോക്കറ്റിലും എവിടെയും പറമ്പ് വാങ്ങാലോ. മലയാളി ഇതാണല്ലോ, അറബി പറയാത്തവരൊക്കെ ആർക്കാർക്കും വേണ്ടി ജീവിക്കാണ്. നമ്മളെ മക്കൾ ഇങ്ങനെ ഉഷാറായി നടക്കാൻ, നമ്മളിങ്ങനെ ശ്വാസം മുട്ടി കുത്തിരിക്കാണ്. നമ്മളിങ്ങനെ ശ്വാസം മുട്ടി കുത്തിരിക്കന്നെ. എന്താ വയ്യ, പതി കൂടെ വേദനായി. ആ സ്വത്തൊക്കെ അതൊക്കെ കഴിഞ്ഞപ്പോ അതൊന്നും പോയോക്കാൻ വയ്യ. അതിനു വേണ്ടി കഷ്ടപ്പെട്ട ആളുകളാണ്. നമ്മൾ ജീവിക്കണില്ലല്ലോ, നമ്മൾ ജീവിക്കൂല. അറബികൾ കിട്ടില്ല, മാഷാ അല്ലാഹ്, ഓല് ജീവിക്കും. ഒന്നിപ്പോ പറയാൻ നേരമില്ല. ഈ സൈസ് വേദ പറഞ്ഞെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് കേൾക്കുള്ളൂ. മൂസാ നബിന്റെ കഥ പറഞ്ഞാൽ നീച്ചു പോകും. നിങ്ങൾ തന്നെ ഒരു മൂസാ നബിയാണ് ഇപ്പൊ. അങ്ങനെ ഇവനോട് ഞാൻ പറഞ്ഞ്, എല്ലാരും കേട്ടോളി, വാദമാണെങ്കിൽ കേട്ടോളി.
സുബ്ഹാനല്ലാഹ്. ഓന് പറഞ്ഞ് അങ്ങനെ ഓനെ വിളിച്ച് കമ്പനി കയറി ഒക്കെ റെഡിയാ. ടിക്കറ്റ് ഫ്രീ, കോഴിക്കോട് ഫ്ലൈറ്റ് ഇറങ്ങാനുള്ള ടിക്കറ്റ് ഫ്രീ, അവിടുന്ന് അങ്ങോട്ട് കാറ് പോകാനുള്ള ഫ്രീ, പിന്നെ തിരിച്ചു പോകുമ്പോൾ ഫ്രീ, ലീവ് സാലറി ഫ്രീ, 15 ദിവസം നാട്ടിൽ നിന്നാൽ പനി ഉണ്ടായാൽ അതിന്റെ പാരസെറ്റാമോൾ കുടിച്ച ബില്ല് കൊടുത്താൽ കമ്പനി അതും കൊടുക്കും. എന്തിനാ പേടിച്ചാൽ 2-2.5 ലക്ഷം റുപ്യക്ക് ഒരു കളിയുമില്ല. പക്ഷേ പിന്നീട് ഓനെ ഞാൻ കണ്ടു ഏതെങ്കിലും പള്ളിക്കും മദ്രസക്കും പിരിവ് വാങ്ങാന്ന് എഴുതിയിട്ട്, അല്ല പോകാൻ പണിക്കേറി നമുക്കെന്ത് തേങ്ങ, ഏതെങ്കിലും പള്ളിക്കും മദ്രസക്കും പിരിവാന്ന് അസ്സലാമു അലൈക്കും എന്തൊക്കെയാണ് വർത്താനം, സുഖം തന്നെയല്ലേ എന്ന് പറഞ്ഞപ്പോ നമ്മളെ പണിയിലൊക്കെ റാഹത്തേറ്റ് പോണില്ല എന്ന് ചോദിച്ചാൽ ഇല്ല ഉസ്താദേ അത് ശരിയാവില്ല, ഞാൻ അവിടുന്ന് ഇറങ്ങിയാണ്, നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. അപ്പോഴാ ചങ്ങായി ബ്രേക്ക് കുടിച്ചാൻ കണ്ടത്. അപ്പോ ഒറ്റ വർത്താനം അവനോട് ഓൻ വന്നു, അത് ശരിയാവൂല. എനിക്ക് ഭ്രാന്ത് കണ്ട് കയറിയില്ല, അത് ശരി 2 ലക്ഷം റുപ്യ കിട്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ ഭ്രാന്ത് അടിച്ചില്ലേ, 2 ലക്ഷം റുപ്യ കിട്ടിയിട്ട് അത് ശരിയാവും. ഈ ശരിയാവൂല എന്ന് തോന്നുന്ന ഒരു ശൈത്താന്റെ പേരാണ്. ഈ ശൈത്താന്റെ പേരാണ് സമ്മ ഖൈർ ദാക ഖൈർ. സമ്മ ഖൈർ ദാക ഖൈർ എന്ന് പറഞ്ഞാൽ അത് 2 ശൈത്താന്റെ പേരാണ്. ഇവിടെ നിൽക്കുമ്പോൾ തോന്നും അവിടെ നിൽക്കണം, ഇവിടെ നിൽക്കുമ്പോൾ തോന്നും നിങ്ങൾക്ക് അവിടെ ഹോട്ടലിൽ പോകണം, ഹോട്ടലിൽ നിൽക്കണ തോന്നും ഇങ്ങോട്ട് വരണം, സെൻട്രിങ്ങിന്റെ പണിക്കുമ്പോൾ തോന്നും ടെക്സ്റ്റൈൽസ് പോകണം, ടെക്സ്റ്റൈൽസിന്റെ പണിക്കുമ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർ ആവണം. അങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ ഒരിക്കലും ഉറച്ചു നിൽക്കൂല. അതിനാണ് സമ്മ ഖൈർ ദാക ഖൈർ. ഓലിയറ്റുകൾ ഇവിടെ ഓതുമ്പോൾ തോന്നും അവിടെ ഓതണം, അവിടെ ഓതുമ്പോൾ തോന്നും ഇവിടെ ഓതണം, ഓല ഓടി ഓതൂല. അതിനാ സമ്മ ഖൈർ ദാക ഖൈർ. അപ്പൊ ഓൻ പറഞ്ഞാൽ ശരിയാവും. ഞാൻ പറഞ്ഞ എനിക്ക് എന്തോ കുരുത്തക്കേട് പറ്റിയിട്ടുണ്ട്, അനക്ക് ശരിയാവൂലാണ്, 2 ലക്ഷം റുപ്യ ശമ്പളം കിട്ടിയിട്ട് ശരിയാവൂലാണ്, ഇജ്ജ് എന്തെങ്കിലും എൻ്റെ ഉസ്താദ്മാരെ ഇല്ലെങ്കിൽ എൻ്റെ പിന്നെ വാപ്പാനെ മാപ്പനെ ഇന്ന് വെറുപ്പിച്ചിക്കണു വെച്ചു. ഇല്ല ഉസ്താദെ ഞാൻ ഉണ്ട്, ഒന്ന് ആലോചിച്ച് നോക്കാൻ. ആലോചിച്ചിട്ട് ഓൻ പറഞ്ഞേ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു. ഇന്നിപ്പോ ഒരു സെൻഡ് ഓഫ് ഉണ്ട് SLC കഴിഞ്ഞിട്ട്. ആ സെൻഡ് ഓഫ് എന്താ, തണുപ്പിന് വേണ്ടി വെച്ച് പിടിപ്പിക്കപ്പെട്ട മരം ഉണ്ടെങ്കിൽ അത് കേടെടുക്കുക, ഏതെങ്കിലും ഫാന് റൈറ്റിക്ക് കറങ്ങുന്നുണ്ടെങ്കിൽ അത് ലെഫ്റ്റിക്ക് കറക്കുക, ബാത്റൂമിൽ ഏതെങ്കിലും പൈപ്പിൽ വെള്ളം വരുന്നുണ്ടെങ്കിൽ അടുത്ത ജൂൺ 1 സ്കൂൾ വെള്ളം വരരുത്, അതിനുള്ള എല്ലാ വിക്രസും കാട്ടാം. അതൊക്കെ അതിന് ഇടക്കാലത്ത്. ഇപ്പം ജീവിതത്തിൽ തിന്നാത്ത സാധനം തിന്നാം, MDM ആണെങ്കിൽ അത് തിന്നാത്ത സാധനമാണ്. ഇല്ലെങ്കിൽ കള്ളുടിച്ച, ഇല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പിത്തന കാട്ടുക. സുബ്ഹാനല്ലാഹ്. ആ കൂട്ടത്തിൽ ഇവൻ നടത്തിയ സെൻഡ് ഓഫ് എന്താണ്? ഇവൻ പറയുന്നു, ലാസ്റ്റ് സബ്ജക്ട് എക്സാം കഴിഞ്ഞ് പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ആ പരീക്ഷാ ഹാളിൽ ഉണ്ടാകുന്ന ടീച്ചറെ ഞങ്ങൾ കല്ലെടുത്തെറിഞ്ഞിരുന്നു. ഇതാണ് സെൻഡ് ഓഫ്. കല്ലെടുത്തെറിഞ്ഞിരുന്നു. ഞാൻ തമാശയിൽ ചോദിച്ചു, ഏത് കല്ല് കൊണ്ടാ എറിഞ്ഞത്? വലിയ കല്ലെടുത്തെറിഞ്ഞോ നിങ്ങൾ ഇത്രയും വരുന്ന ആളുകൾ എറിഞ്ഞത്? ഇല്ല ഉസ്താദേ, 8 ആളുകൾ ഞങ്ങൾ ഒരു സഫായി നിന്നു, എറിഞ്ഞത് ഞാൻ തന്നെയാണ്. 8 ആളുകൾ എന്തിനു വേണ്ടിയാണ് നിന്നത്? ടീച്ചർ തിരിഞ്ഞു നോക്കുമ്പോ ആരാണ് എറിഞ്ഞതെന്ന് ടീച്ചർക്ക് തിരിയാൻ പാടില്ല, അതിനാണ് 8 ആളുകൾ ഞങ്ങൾ ഒന്നിച്ചു നിന്നത്. എന്നിട്ട് ടീച്ചർ എന്ത് ചെയ്തു? ടീച്ചർ ഒന്നും ചെയ്തില്ല. ടീച്ചർ ഞങ്ങളെ മുഖത്തേക്ക് ഒരു 5 മിനിറ്റ് നോക്കി നിന്നു. ഈ നോട്ടമാണ് കുരുത്തക്കേട്. ചിലവർ മനസ്സിലാക്കി വാക്ക് പറയലാണ്, ചീത്ത പറയലാണ്. ഇന്ന് ആരെങ്കിലും ഒരു ഉസ്താദ് ഏതെങ്കിലും ഒരു ടീച്ചേഴ്സ് നോക്കിയാൽ മതി, അതൊരു പോസ്കോ പീഡനായി. സുബ്ഹാനല്ലാഹ്. എത്ര ആളുകളാണ് ജയിലിൽ കിടക്കുന്നത് കാരണമില്ലാതെ. അല്ലാഹു സലാമത്ത് നൽകട്ടെ. ഇന്ന് ശകാരിക്കാൻ പറ്റുമോ? ഇന്ന് ചീത്ത അറിയാൻ പറ്റുമോ? ഒന്നും പറ്റൂല. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ അഗത്തി ദ്വീപില് പരിപാടി ഉണ്ട്, അമ്നിയിലും കടവത്തൊക്കെ. അപ്പൊ ചെറിയൊരു കുട്ടിയുണ്ട് ഇങ്ങനെ, പിന്നെ ഈ ഫ്ലൈറ്റ് കൂടെ ഇങ്ങനെ ഓടിപ്പളിച്ചു. അപ്പൊ ഞാൻ ആ കുട്ടീനെ ഒന്ന് തോണ്ടി. അപ്പൻ്റെ പെണ്ണുകൾ തോണ്ടണ്ട ഇപ്പൊ തോണ്ടല് മാറും. ഞാൻ അപ്പളത്തെ ഓർമ്മ വന്നു, ശരിയാ അത് മതി, 3 വയസ്സായ കുട്ടിയാണ്. നമ്മളെ കണ്ടല്ലേ ചെറിയ കുട്ടികളൊക്കെ വരുമ്പോ ഉണ്ടാവൂലെ ഒരു തോണ്ടല്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതാണ് കാലം. അതാണ് കുരുത്തക്കേട്, ഒറ്റ നോട്ടം. അപ്പൊ ഈ കുരുത്തക്കേട് പൊരുത്തക്കേട് വാങ്ങിയ ആളുകൾ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പൊ കണ്ടില്ല നിങ്ങൾ? ഇപ്പൊ നാളെടുത്ത പത്രത്തിൽ കണ്ട് ഒരു ഡോക്ടർ, അദ്ദേഹം ഒരു രോഗിയുടെ കൈയാണ് ഓപ്പറേഷൻ ചെയ്യേണ്ടത്, അതിന് നാവ് ഓപ്പറേഷൻ ചെയ്തത്. നാവ് ഓപ്പറേഷൻ ചെയ്തതിന് കൈ ഇത് അങ്ങനെ ഉണ്ടാവും? അത് കുരുത്തക്കേടാണ്. ചില ആളുകൾ ഓപ്പറേഷൻ ചെയ്യുമ്പോ
കത്തിരി എന്നെ വള്ളനുള്ള മറന്നു പോകും. ഒരു മുട്ടുസൂചിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇതുകൊണ്ട് കുരുത്തക്കേടാണ്, എല്ലാം പയക്കും. നേരെ മറിച്ച് നമ്മുടെ ഗുരുനാഥന്മാരുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും പൊരുത്തം വാങ്ങിയോ അൽഹംദുലില്ലാഹ്, വെറും MBBS ഉണ്ടെങ്കിലും എവിടെങ്കിലും ഒക്കെ എത്തിപ്പെടും. ഗൾഫിലുണ്ട് കുറെ ആളുകള് ബൂഫയിൽ ആംപ്ലേറ്റ് അടിച്ചത്. എന്നാളെ ഞങ്ങള് മക്കത്ത് പോയാല് ഒരു മീൻ കടയിൽ പോയി. അവിടെ അങ്ങനെ ഒരാൾ വരക്കണ്ട ഉസ്താദേ, ഞാൻ B.Ed PG കഴിഞ്ഞു വന്നു. അപ്പം മീൻ ചൂടണ പണി. മീൻ ചൂടാനും PGന്റെ ആവശ്യമുണ്ടോ? മീൻ ചൂടാനും ആംപ്ലേറ്റ് അടിച്ചാനും B.Edന്റെയും PGന്റെയും ആവശ്യമുണ്ടോ? വേണ്ട. അവൻ പറയുന്നു, ഞാൻ പഠിച്ച തൊഴിൽ കിട്ടുന്നില്ല. അക്കൗണ്ട്സ് പഠിച്ച ഒരാള് കോയിമുട്ട ആംപ്ലേറ്റ് അടിക്കുന്നു. എന്തേ കാരണം? ചിലപ്പോൾ മാതാപിതാക്കളുടെയും ഗുരുനാഥന്മാരുടെയും പൊരുത്തക്കേട് വാങ്ങിയോ ഉയരാൻ കഴിയൂല. അപ്പൊ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട, പൊരുത്തം വാങ്ങണം. ഒരാൾ നമ്മൾ വെറുപ്പിക്കരുത്. നല്ല സന്തോഷത്തോടു കൂടെ കഴിയണം. അതാണ് കുരുത്തക്കേട്. അതുകൊണ്ട് SSLCയും +2 ഡിഗ്രികളൊക്കെ എഴുതുന്ന കുട്ടികളൊക്കെ ആദ്യം ബാപ്പനോടും ഉമ്മനോടും എന്ത് ചെയ്യാം? പൊരുത്തപ്പെടിക്കും. ഉസ്താദ്മാരോട് പൊരുത്തപ്പെടിക്ക്. നമ്മൾ സ്കൂളിലെ ടീച്ചർമാരോട് പൊരുത്തപ്പെടിക്ക്. ഇതേ വയല് ഞാന് ബത്തേരി മാനന്തവാടി ഞാൻ വയല് പറഞ്ഞപ്പോ ഒരാള്, ഞാൻ പരിപാടി കഴിഞ്ഞ് പോകുമ്പോ ഒരു ചെങ്ങായി ബൈക്കും കൊണ്ട് ഓടി വന്നിന്റെ മുമ്പ്. അവിടെ പിന്നെ ഇതേ മുകളിൽ കാടാ. ഞാൻ ഏതായാലും അവധി പെരുമാത്തില്ലായൊക്കെ ചെല്ലിയിട്ട് ഗ്ലാസ് താത്തിയപ്പോ പറഞ്ഞു, ഉസ്താദെ നിങ്ങളാ വയല് പറഞ്ഞപ്പോ എന്റെ മനസ്സൊക്കെ തട്ടി. ഞാൻ അങ്ങനെ ഒരു പിത്തന ചെയ്തിരിക്കണം. എന്താ നീ കാട്ടുന്നത്? എത്തിച്ച് ചെയ്തത് ചോദിച്ചു. ഓൻ ചെയ്തത് ഓൻ പറയാണ്, ഓന്റെ ക്ലാസ്സിലുള്ള ടീച്ചർ, ആ ടീച്ചർ നല്ല വെള്ള സാരി എടുത്തവരോട് നല്ല അടിച്ചു. നല്ല ടീച്ചറാ. അല്ലാ, അടിച്ചന ടീച്ചർമാരൊക്കെ നല്ല ടീച്ചർ നമ്മളെ പഠിപ്പിച്ച്. എൻ്റെ ഒരു മാഷുണ്ട്, ആൻഡ്രൂസ് മാഷാണ്. അദ്ദേഹമാണ് ഇതിന്റെ ഇംഗ്ലീഷിൽ എന്റെ പേരെഴുതാൻ പഠിപ്പിച്ചത്. 25 പ്രാവശ്യം എംബോഷൻ തന്നിട്ടുണ്ട് പേരെഴുതാം. മൂപ്പര് ഫസ്റ്റ് തന്നെ B.Edഉം PG ഒക്കെ കഴിഞ്ഞാണ്ട് ഫസ്റ്റ് ഞങ്ങളെ ക്ലാസ്സാവുന്നത്. മൂപ്പരെ ഫസ്റ്റ് എല്ലാവർക്കും ഇംഗ്ലീഷിൽ പേര് നമ്മളതാണെങ്കിൽ കുറെ പേരുണ്ട്. ഷിഹാബുദ്ദീൻ, ഇമ്പിച്ച്, കോയത്തങ്ങൾ, ഇതൊക്കെ പാടെ ആർക്കാ എഴുതാൻ പറ്റുക? ഏതെങ്കിലും എഴുതുമ്പോൾ ഒറ്റ നിക്കാഹിന്റെ പേജിലും ഫുള്ളായിട്ട് എഴുതാൻ കഴിയില്ല. ഞാൻ പറയുന്നത് നമ്മളെ പേര് എഴുതാൻ കഴിയില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആൻഡ്രൂസ് മാഷ ഞാൻ കാണുമ്പോഴൊക്കെ ചിലപ്പോൾ പോകുമ്പോൾ, ഞാൻ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ മൂപ്പര് നടന്നു പോകണമെങ്കിൽ ഞാൻ നിർത്തിയിട്ട് മൂപ്പര് വണ്ടി കയറ്റും. അപ്പൊ മൂപ്പരിനോട് പറഞ്ഞ്, തങ്ങളുട്ടിയെന്ന് വിളിച്ചാൽ ഞാൻ തങ്ങളുട്ടിയെ ഇങ്ങള് മാത്രമാണ് പിന്നെ എത്ര ആളുകളെ ഞാൻ പഠിപ്പിച്ചിരിക്കണേ. പക്ഷെ ഞാൻ നടന്നു പോകുമ്പോൾ കാറിൽ കയറ്റിൽ നിങ്ങളുള്ളൂ. അണ്ടങ്ങൾ നമ്മളെന്തുകൊണ്ടാ ഈ മൂലേരായി നമുക്ക് കുരുത്തം പഠിച്ചു അല്ലേ? ചിലര് പോലീസുകാരെ കല്ലെടുത്തെറിഞ്ഞ്, അതുപോലെ വൽപ്പത്തര നിയമപാലകന്മാരെ ചീത്ത വിളിച്ചവരുണ്ട്, രാഷ്ട്രീയ സമയത്ത് ചീത്ത വിളിച്ചവരുണ്ട്, കലക്ടറേറ്റ് മാറ്റിറങ്ങിയപ്പോ ചീത്ത പറഞ്ഞവരും കല്ലെറിഞ്ഞവരുമുണ്ട്. അത്തരക്കാരാകുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കണം. ആളുകൾ ഒപ്പം കൂടുമ്പം പൊളിച്ചിയായിട്ട് എന്തെങ്കിലും ചെയ്തത് കൊണ്ട് പൊരുത്തക്കേട് വാങ്ങി വെക്കരുത്. അങ്ങനെ ഇവൻ പറയാണ്. അപ്പൊ ഈ ടീച്ചർ ഒന്ന് വഷളാക്കണം എന്ന് കരുതി. അപ്പൊ ഓൻ ചെയ്ത പണി നോക്കണങ്ങള്. ഓന് അന്നത്തെ കാലൊക്കെ സ്കൂളിലൊക്കെ ബെഞ്ചൊക്കെ മരത്തിന്റെ അയിമ ചോന്ത മഷി കൊണ്ടുപോയി പാർന്നു. അങ്ങനെ ടീച്ചർ അറ്റൻഡൻസ് എടുക്കാൻ വേണ്ടി, നമ്മൾ ഹാജർ എടുക്കാൻ വേണ്ടി ഇരുന്നപ്പോ ഈ ചോന്ത മഷിയിൽ ഇരുന്നാൽ ബാക്ക് നോക്കിയാൽ എന്തേ കാര്യം മനസ്സിലാക്കാം? ബാക്കി ഞാൻ പറയണോ? മെൻസസ് ആയിക്കണ കുട്ടികൾ മുഴുവൻ ചിരിച്ച. ടീച്ചർക്ക് അറിയില്ല എന്തിനാ ചിരിച്ചത്. അവസാനം പെൺകുട്ടികൾ ബാക്കോട്ടെന്ന് കാണിച്ചു നോക്കുമ്പോ ഫുള്ള് ബ്ലഡ് കളർ കണ്ടപ്പോൾ, റെഡ് കളർ കണ്ടപ്പോൾ ടീച്ചർ വഷളായി ഓഫീസ് റൂമിലേക്ക് പോകുന്നു. ആരാണ് അതിന്റെ പിന്നിലുള്ളവൻ? ഇപ്പോൾ B.Ed കഴിഞ്ഞു, PG കഴിഞ്ഞു, അവൻ മത്തി കച്ചവടം നടത്തുന്നു. പറയുന്നോട് ഞാൻ മത്തി കച്ചവടം ചെയ്യണത്. ഈ ടീച്ചർ എന്താകാറുണ്ട്? മത്തി വാങ്ങാൻ വരലുണ്ട്. പക്ഷെ ടീച്ചറോട് പറയാൻ പറ്റല്ലോ, ഞാനാണ് നിങ്ങൾ ആ കുരുത്തക്കേട് കാട്ടിയത്. ഇന്നും ഹയാത്തിലുള്ള തെളിവാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ വയത് കേൾക്കുന്ന നിങ്ങൾ ഇങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങളൊക്കെ നാളെ പോയി പൊരുത്തുപടി. ഞാൻ പോകുമ്പോ കുറച്ചപ്പുറത്തേക്ക് ബൈക്കെടുത്ത് വന്നാൽ ഞാൻ നിർത്തി തരണ്ടേ? അടുത്ത സ്ഥലത്ത് നിന്ന് പ്രസംഗിക്കാലോ. നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞ അടുത്ത നാളെ പ്രസംഗിക്കും. ഞാൻ ആ പേരൊന്നും പറയൂല.
പടങ്ങൾ പറഞ്ഞില്ലേ? അതുകൊണ്ട് ഇത് വലിയ സംഗതി. ആ പൊരുത്തം കിട്ടണം, എപ്പോഴും പൊരുത്തം കിട്ടണം. അല്ലാഹു തആല ബാപ്പന്റെയും ഉമ്മന്റെയും പൊരുത്തം കിട്ടുന്ന മക്കളെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ഉസ്താദുമാരെ, ഗുരുനാഥന്മാരുടെ പൊരുത്തം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഞാൻ നിർത്താം. അല്ലാഹു തആല നല്ല ബർക്കത്ത് അല്ലാഹു നമുക്കൊക്കെ തരട്ടെ. അൽഹംദുലില്ലാഹ് നമുക്ക് ഇവിടെ ഇതിന്റെ കീഴിൽ നല്ല ദർസൊക്കെ തുടങ്ങണം. അതാണ് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത്. ഹിഫ്ദ് തുടങ്ങണം, എന്തെങ്കിലുമൊക്കെ പരിപാടി തുടങ്ങണം. അല്ലാതെ ഇങ്ങനെ വെറും ലൈറ്റ് എത്തിച്ച് ചോറച്ചുകൊണ്ടൊന്നും മാത്രം ആയില്ല. മഹാന്മാരാകുന്ന ആളുകൾക്ക് ഇഷ്ടമുള്ള അതാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ എത്ര ഞാൻ ഇവിടേക്ക് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ആലോചിച്ചു, ഇവരൊക്കെ ദഅവത്തിന് വന്നവരാണ്. എത്രങ്ങാനും സ്ഥലമുണ്ട്. ഞാൻ ഈ ജനുവരിയിലും ഫെബ്രുവരിയിലും ഉള്ള ഉറൂസിന് 60% ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ 60 പിന്നെ എനിക്ക് വരാൻ കഴിയാത്തതാണ്. അപ്പോഴൊക്കെ ഞാൻ ആലോചിക്കുന്ന ഈ ഒരു എത്ര 2.5 മണിക്കൂർ 3 മണിക്കൂറൊക്കെ കാട്ടിക്കൂടെ യാത്ര ചെയ്ത് എത്തി അവിടെ ഒരു മഹാൻ, അവിടെ ദഅവത്ത് ചെയ്യാണ്. ഇപ്പൊ കണ്ടില്ല നിങ്ങൾ ഇവിടെ ഇതൊക്കെ ഇപ്പൊ വിളിച്ചുണ്ടാക്കിയല്ല നിങ്ങൾ. അപ്പൊ അവരൊക്കെ ഇവിടെ ദഅവത്ത് ചെയ്യാണ്. ഇവരൊക്കെ ഒരു വിളി കിട്ടുമ്പോഴാണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത്. ഞാൻ അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ ഓരോ വിളിയില്ലാതെ നമ്മളിവിടെ എത്തുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് അവരൊക്കെ ദഅവത്തിന്. അപ്പൊ ഇവിടെ അവരൊക്കെ ഇഷ്ടപ്പെട്ടത് ഇവിടൊക്കെ ഹയാത്താവണം, പള്ളി വേണം, മദ്രസ വേണം, അതുപോലെ തന്നെ ഹിഫ്ള് വേണം. അൽഹംദുലില്ലാഹ് ഇവരെ മനസ്സിൽ അങ്ങനെയൊക്കെ ഒരു ഉദ്ദേശമൊക്കെ ഉണ്ട്. അല്ലാഹു തആല പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ് അതുകൊണ്ട് ഒരു 8 സെന്റ് സ്ഥലം കൂടി ഇവിടെ എടുക്കാനുണ്ട്. അങ്ങനെ അൽഹംദുലില്ലാഹ് കാവി വരികയാണെങ്കിൽ ആരാ സെക്രട്ടറി കൊടുത്ത? സെക്രട്ടറി ഇല്ല ഇവിടെ? അയാള് പോയിക്കണം. പിന്നെ എങ്ങനെ അല്ല തണുത്തല്ലത് മതി. സജീവമായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആരെങ്കിലും ഇവിടെ എത്ര ഒരു സെന്റിന് സ്ഥലം എത്ര പൈസ കൊടുക്കണം?